ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സിൽ എത്തുമ്പോൾ ഒരു കുളിർമയുള്ള രാത്രിക്ക് ശേഷമാണ് തോന്നുന്നു മലയാളികൾ ഇന്ന് ഉണരുന്നത്. കാരണം രാത്രി അത്യാവശ്യം എല്ലായിടങ്ങളിലും മഴ പെയ്തു. അതിൻ്റെ ഒരു നേരിയ തണുപ്പ്, ചൂടിനൊരു ശമനമൊക്കെ ഉണ്ടായെന്ന് പ്രതീക്ഷിക്കുകയാണ്. നല്ല ഉറക്കം കിട്ടി എന്നൊക്കെ കരുതട്ടെ. അപ്പോൾ എന്താണെങ്കിലും ഈ മോർണിംഗ് വൈബ്സ് ആരംഭിക്കുമ്പോൾ നമ്മൾ ഒരുപാട് വാർത്തകൾ മോർണിംഗ് വൈബ്സിൽ ചേർക്കുന്നു. ചൂട് കുറഞ്ഞതിൻ്റെ ആശ്വാസമുണ്ട്. ഈ എയർ ഇന്ത്യയുടെ പണിമുടക്ക്, ജീവനക്കാരുടെ പണിമുടക്ക് അത് ഇന്നും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പല ഇടങ്ങളിലും കണ്ണൂരിൽ ഇന്ന് 4 സർവീസുകൾ റദ്ദാക്കി. അവിടെ ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് സർവീസ് റദ്ദാക്കിയതോടുകൂടി വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു യാത്രക്കാർ. സ്വാഭാവികമാണ്, ആ പ്രതിഷേധത്തിന് അർത്ഥമുണ്ട് താനും. അപ്പോൾ ആ വാർത്ത നിൽക്കുന്നു. ഇനി ഒരുപാട് മറ്റ് വാർത്തകളും നമ്മളെ തേടിയെത്തുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ ബിലീവേഴ്സ് ചർച്ചിൻ്റെ സ്ഥാപകൻ ബിഷപ്പ് യോഹന്നാൻ അദ്ദേഹം കാലം ചെയ്തു ഇന്നലെ. അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങൾ, വിവരങ്ങളൊക്കെ പങ്കുവെക്കാൻ നമ്മോടൊപ്പം കൂടുതൽ അതിഥികൾ നമ്മോടൊപ്പം ചേരും. സംസ്കാരം സംബന്ധിച്ചുള്ള തീരുമാനമൊക്കെ ഇന്നാണ് എടുക്കുക. ഒപ്പം ഞങ്ങളുടെയൊക്കെ പ്രിയ സഹപ്രവർത്തകൻ മുകേഷിൻ്റെ സംസ്കാരം ഇന്നാണ്. സംസ്കാരം അത് പരപ്പനങ്ങാടിയിലെ വീട്ടിൽ നടക്കും. ഇന്നലെ പാലക്കാടാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മുകേഷിന് ജീവൻ നഷ്ടമായത്. അപ്പോൾ ഈ വാർത്തകളിലേക്കൊക്കെ നമുക്ക് വിശദമായി എത്താം. എന്നാലും ഒരിക്കൽ കൂടി സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. ഞാൻ ആദ്യം നേരെ പോവുകയാണ് കണ്ണൂരിലേക്ക്. കണ്ണൂരിലെ എയർ ഇന്ത്യ എക്സ്പ്രസ് സമരം, അവിടെ പ്രതിസന്ധി തുടരുകയാണ്. ജീവനക്കാരുടെ പണിമുടക്ക് തുടരുന്നതിനാൽ എയർ ഇന്ത്യ സർവീസ് ഇന്നും മുടങ്ങി. 4 സർവീസുകളാണ് കണ്ണൂരിൽ റദ്ദാക്കിയത്. ഷാർജ, അബുദാബി, മസ്കറ്റ്, ദമാം സർവീസുകൾ ഇന്ന് റദ്ദാക്കി. ഡാനി പോളാണ് ഇതിന്റെ വിവരങ്ങളുമായി ചേരുന്നത്. ഡാനി, ഗുഡ് മോർണിംഗ്. ഈ പ്രതിസന്ധി തുടരുകയാണല്ലോ എയർപോർട്ടുകളിൽ. എയർ ഇന്ത്യ എക്സ്പ്രസിലെ ജീവനക്കാരുടെ സമരം അത് തുടരുന്നു. കൊച്ചിയിലും അത്തരം സമാനമായിട്ടുള്ള സാഹചര്യമുണ്ടോ? എൽദോ, നിലവിൽ അറിയാൻ കഴിയുന്നത് പുലർച്ചെയുള്ള സർവീസുകൾ വിദേശത്തേക്കുള്ളത് കണ്ണൂരായിരുന്നു. കണ്ണൂരിൽ നിന്നുള്ള സർവീസുകൾ റദ്ദ് ചെയ്തു എന്നുള്ളതാണ്. കൊച്ചിയിലേക്ക് വരുമ്പോൾ കൊച്ചിയിൽ ആദ്യ സർവീസ് നടക്കുന്നത് ബഹ്റിനിലേക്കുള്ളത് സർവീസ് 11:00 അത് ഷെഡ്യൂൾഡ് എന്ന രീതിയിലാണ് കാണിക്കുന്നത്. അതിനുശേഷമാണ് പിന്നീടുള്ള ഏറ്റവും ആദ്യ സർവീസ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെത് 11:00 അപ്പോൾ അത് ഷെഡ്യൂൾഡ് എന്ന് വരുന്നുണ്ട് നമ്മൾ സൈറ്റുകളിൽ നോക്കുമ്പോൾ. പക്ഷേ എയർ ഇന്ത്യ അധികൃതരോട് അടക്കം ഇക്കാര്യത്തിൽ ചോദിക്കുന്നുണ്ട്. എന്താണ് ഇത്, ഇന്നത്തെ സർവീസുകളുടെ ഒരു സ്ഥിതി എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ അത് സമരം ബാധിച്ചേക്കാമെന്ന് തന്നെയുള്ള സൂചനകൾ അവരുടെ ഭാഗത്തു നിന്ന് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷെഡ്യൂൾഡ് എന്ന് കാണുന്നത് അത് ക്യാൻസൽ ചെയ്യാൻ ഇനിയും സമയമുണ്ട്. കാരണം അതിൻ്റെ ഒരു സ്ഥിതി എന്താണെന്ന് അറിയണമെങ്കിൽ കുറച്ചും കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഇതിൽ ജീവനക്കാരിൽ ഒരു വിഭാഗം നടത്തുന്ന സമരം ശക്തമായിട്ട് തന്നെ തുടരുകയാണ്. ഇവരുമായുള്ളൊരു ചർച്ചകൾക്ക് ഇന്നലെ ശ്രമങ്ങൾ, ഉച്ചയോടുകൂടിയാണ് ശ്രമങ്ങൾ തുടങ്ങിയത്. അവർ എയർ ഇന്ത്യ അറിയിക്കുന്നത് പോലെ തന്നെ ഈ ജീവനക്കാരിൽ പലരും അവധിയെടുത്തതാണ്. ഇവരുമായിട്ട് സംസാരിക്കണമെങ്കിൽ ഫോണിൽ പോലും കണക്ട് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു. മൊബൈലെല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പലരെയും ചർച്ചകളിലേക്ക് വിളിക്കേണ്ടവരെ, ഇതുമായി ബന്ധപ്പെട്ടവരെ വിളിക്കാൻ സാധിച്ചിരുന്നില്ല. ഉച്ചയോടുകൂടിയാണ് അത്തരമൊരു ശ്രമങ്ങൾക്ക് തുടക്കമിടാൻ തന്നെ കഴിഞ്ഞത്. അതിപ്പോൾ അർദ്ധരാത്രി വരെയും അത് തുടരുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും വിഷയം സോർട്ട് ഔട്ട് ചെയ്തിട്ടില്ല. അത്തരം ചർച്ചകൾ വീണ്ടും തുടരുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടിയെങ്കിലും ഇതിനൊരു പരിഹാരമുണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് എയർ ഇന്ത്യ അധികൃതർ നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും സമയം വരെയും ഈ വിമാന സർവീസുകളെ തീർച്ചയായും തന്നെ ഇത് ബാധിക്കാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. രാവിലെ ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള 4 സർവീസുകളെ അത് ബാധിച്ചിട്ടുണ്ട്. കൊച്ചിയിലേക്ക് വരുമ്പോൾ കൊച്ചിയിൽ ഉച്ചയോടുകൂടി 11:00 എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ആദ്യ സർവീസുകളടക്കം ഉണ്ടാകുന്നത്. അപ്പോൾ മാത്രമാണ് ഇത് ഈ ക്യാൻസലേഷൻ എന്നെ സംബന്ധിച്ച് യാത്രക്കാർക്ക് ഏതെങ്കിലും രീതിയിലൊരു അറിവ് ലഭിക്കുന്നതെല്ലാം തന്നെ ഒരുപക്ഷെ ആ സമയത്തോടുകൂടി തന്നെ ആയിരിക്കും. അതിനു മുൻപ് ഇത് പരിഹരിക്കപ്പെടുമോ എന്നത് അറിയില്ല. ഏതായാലും രാവിലെ മുതൽ തന്നെ ചർച്ചകൾക്ക് വേണ്ടിയുള്ളൊരു വലിയ ശ്രമങ്ങൾ തുടങ്ങി എന്നാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണമായിട്ട് വരുന്നത്. എങ്കിൽ കൂടിയും രാവിലെയുള്ള സർവീസുകളെ അത് ബാധിക്കാനുള്ള മുഴുവൻ സാധ്യതയുമുണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു. അതനുസരിച്ച് കണ്ണൂരിൽ നിന്നുള്ള 4 സർവീസുകൾ റദ്ദു ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലേക്ക് ഇന്ന് കൊൽക്കത്തയിലേക്കുള്ളൊരു സർവീസ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റേത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നാണ് ഒടുവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് ഡൊമസ്റ്റിക് സർവീസാണ്. ഇൻ്റർനാഷണൽ സർവീസുകളടക്കം ഇത് ബാധിക്കുന്നുണ്ടോ എന്നത് 11:00 ആദ്യ വിമാനം. അത് ഷെഡ്യൂൾഡ് എന്നാണ് നിലവിൽ അവർ അറിയിക്കുന്നതും പറയുന്നതുമെല്ലാം. ബാക്കിയുള്ളത് ഇനിയുള്ള ഒരു മണിക്കൂറുകളിൽ ഈ സമരത്തിൻ്റെ ഗതി, ആ ചർച്ച എങ്ങനെയെന്നത് അതിനെ ആശ്രയിച്ചിരിക്കും മുന്നോട്ട് പോവുക. നിലവിൽ പറഞ്ഞിരിക്കുന്നത്
ഇന്നലെ അടക്കം വലിയ ക്യാൻസലേഷൻ ഉണ്ടായി. അവരോട് പറഞ്ഞിരിക്കുന്നത് 10-ാം തീയതി വരെയുള്ള ഒരു സമയത്ത് അതിനുള്ളിൽ പുനഃക്രമീകരണം നടത്താമെന്നതാണ്. പക്ഷെ അതെല്ലാം സമരത്തെ ആശ്രയിച്ച് തന്നെയായിരിക്കും അവർ പുനഃക്രമീകരണം കാര്യങ്ങളുമെല്ലാം തന്നെയുള്ളത്. അതുകൊണ്ട് ചർച്ചകൾ നിർണായകമാണ്. ഉച്ചയോടുകൂടി എന്താണ് അവസ്ഥ എന്നത് അറിയാൻ കഴിയും. യാത്രക്കാർ വലിയ ദുരിതത്തിൽ തന്നെയാണ്, ഒരു സംശയവുമില്ല. അതാണ് ഡാനി, ഒരു കാര്യം കൂടി, എന്താണെങ്കിലും ഈ യാത്രക്കാരുടെ പ്രതിസന്ധി തുടരുന്നു. ഇനി കൊച്ചിയിൽ ഒരു കാര്യം ചോദിക്കട്ടെ. കൊച്ചിയിൽ ഇന്നലെ വലിയ മഴ പെയ്തു, വലിയ ഗതാഗത തടസ്സമൊക്കെ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇന്നെന്താണ് അവസ്ഥ? ഒരു കുളിർമയൊക്കെ ഉണ്ടോ? കൊച്ചി രാവിലെ എങ്ങനെയാ? ചൂടിൽ തന്നെയാണോ? ചൂടിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. കാരണം ഇന്നലെ എൽദോ നമ്മൾ സംസാരിക്കുമ്പോൾ എൽദോ ചോദിച്ചിരുന്നു പുറകിൽ മഴക്കാറുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പ്രത്യേകിച്ച് അങ്ങനെ ചോദിച്ചപ്പോൾ, കാരണം എൽദോ ചോദിക്കുന്ന നല്ല കാര്യങ്ങളും സംഭവിക്കാറില്ല, അപ്പോൾ മഴ ഉണ്ടാവില്ല എന്ന് തന്നെ കരുതി. പക്ഷെ വൈകുന്നേരത്തോടുകൂടി നല്ല രീതിയിൽ തന്നെ കൊച്ചിയിൽ മഴ പെയ്തു. എന്തായാലും ചോദിച്ചത് എന്തായാലും അർത്ഥവത്തായി മഴ പെയ്തതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. രാത്രിയിൽ നല്ല മഴ ലഭിച്ചു. ഇപ്പോൾ വീണ്ടും ചൂടിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞതും അന്ന് കൊച്ചിയിൽ മഴ പെയ്തു, കൊച്ചിക്ക് കുളിർമ കിട്ടി എന്നുള്ളതാണ്. ഞാനിത് ഓർമ്മയിൽ വെച്ചോ, ഇനിയും ഞാൻ ചോദിക്കുന്ന ദിവസങ്ങൾ മഴ പെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും ചേർന്നത്. എന്നാലും എയർ ഇന്ത്യ സമരത്തിന്റെ പ്രതിസന്ധി അത് തുടരുന്നുണ്ട്. കണ്ണൂരിലാണ് ഇന്ന് സർവീസുകൾ റദ്ദാക്കിയത്. 4 സർവീസുകൾ ഇന്ന് റദ്ദാക്കി. ദമാം, മസ്കറ്റ്, ഷാർജ, അബുദാബി സർവീസുകളാണ് ഇന്ന് പ്രധാനമായി റദ്ദാക്കിയത്. പ്രതിഷേധമുണ്ട് കണ്ണൂർ വിമാനത്താവളത്തിൽ. കൊച്ചിയിൽ 11 മണിക്കാണ്, അത് ബഹ്റിൻ സർവീസാണ് ഷെഡ്യൂൾഡ് എന്ന് കാണിക്കുന്നു. പക്ഷേ നോക്കാം എന്താകുമെന്ന്. ഇനി കെ സുധാകരൻ KPCC അധ്യക്ഷ പദവിയിൽ തിരിച്ചെത്തുമ്പോൾ അതൃപ്തി തുടരുകയാണ് ഒരു വിഭാഗം നേതാക്കൾ. ഇന്നലെ നടന്ന ചുമതല ഏറ്റെടുക്കൽ ചടങ്ങിൽ നേതൃസ്ഥാനത്തുള്ള ചിലർ പങ്കെടുക്കാതിരുന്നത് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ആണ് എന്നാണ് സൂചന. അതേസമയം ചുമതല കൈമാറാൻ എത്താതിരുന്ന ആക്ടിംഗ് പ്രസിഡന്റായിരുന്ന MM ഹസൻ ഇപ്പോഴും മൗനം തുടരുകയാണ്. വിവരങ്ങളുമായി ഡാൻ കുര്യനാണ് ചേർന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഈ MM ഹസനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് മറുപടി. എന്തായിരുന്നു ഡാൻ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം? എന്തോ തുടർച്ചയായി MM ഹസനെ ഫോണിൽ ബന്ധപ്പെടാനും അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാനും ഒക്കെയുള്ള ശ്രമങ്ങൾ മാധ്യമപ്രവർത്തകർ നടത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും തയ്യാറായില്ല. അതായത് MM ഹസൻ മിനിഞ്ഞാന്ന് ഔദ്യോഗികമായ വാർത്താ സമ്മേളനം KPCC ആസ്ഥാനമായ അവസാനമായി ഇന്ദിരാഭവനിൽ വിളിച്ചിരുന്നു. പക്ഷേ കെ സുധാകരൻ ആ സ്ഥാനത്തേക്ക് തിരികെ എത്താനുള്ള നിർദ്ദേശം ഹൈക്കമാൻഡിൽ നിന്ന് വാങ്ങിയതിന് തൊട്ടു പിന്നാലെ ആ വാർത്താ സമ്മേളനം അദ്ദേഹം റദ്ദാക്കുകയായിരുന്നു. അത് റദ്ദാക്കിയത് കൃത്യമായ അദ്ദേഹത്തോടൊപ്പമുള്ള നേതാക്കളുടെ കൂടി കൃത്യമായ പിന്തുണയോടെയാണ് എന്ന തരത്തിലുള്ള അവരുടെ കൂടി അഭിപ്രായം കേട്ടാണ് വാർത്താ സമ്മേളനം റദ്ദാക്കിയത് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. സ്വാഭാവികമായി കഴിഞ്ഞ ദിവസം MM ഹസൻ തന്നെ അനൗദ്യോഗികമായി അദ്ദേഹം സംസാരിച്ചവരോടൊക്കെ പറഞ്ഞത് പാർട്ടിയുടെ നേതൃത്വം എന്ന് പറയുന്നു അന്ന് താൻ സ്ഥാനം കൈമാറും, കെ സുധാകരൻ കൈമാറും, അതിൽ പാർട്ടി നേതൃത്വം ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമാണ് നിർണായകം ആകുക എന്ന് തന്നെയായിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഹൈക്കമാൻഡ് മറിച്ചൊരു തീരുമാനം എടുക്കും എന്ന് MM ഹസനോ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരോ ആരും ഒരിക്കലും കരുതിയിരുന്നില്ല എന്നതാണ് വസ്തുത. അതായത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന ജൂൺ 4-ാം തീയതി വരെ KPCCയുടെ താൽക്കാലിക ചുമതലയുള്ള അധ്യക്ഷനായി ഹസൻ തന്നെ തുടരുമെന്നായിരുന്നു മറുചേരിയുടെ വിഭാഗം. MM ഹസനും അത് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ വളരെ നാടകീയമായ സമ്മർദ്ദ നീക്കത്തിലൂടെ കെ സുധാകരൻ ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തിയതാണ് സംഭവങ്ങൾ വഴിത്തിരിവിലേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഉടൻ തന്നെ അധ്യക്ഷ സ്ഥാനം ചുമതല ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം കെ സുധാകരന് ഹൈക്കമാൻഡ് നൽകിയതും. സ്വാഭാവികമായി DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹം ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ ഒരു കുടുംബത്തോടൊപ്പം ഒരു യാത്രയ്ക്ക് വിദേശത്തേക്ക് പോയതിനാലാണ് ഇവിടേക്ക് കടന്നു വരാതിരുന്നതെന്നാണ് DCC അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ മറ്റ് പ്രമുഖ നേതാക്കൾ ആരും ഈ ചടങ്ങിന് സാക്ഷികളായില്ല എന്നതാണ് വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വലിയ തരത്തിൽ കലങ്ങിമറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം കൂടി വരുന്ന പശ്ചാത്തലത്തിൽ അതിന്റെ ഗതി എങ്ങനെയാകുമെന്നതാകും ആകാംക്ഷയോടെ ഇവരും ഉറ്റുനോക്കുന്നത്. ഡാനെ, ഇപ്പോൾ കെ സുധാകരന്റെ ഒരു സമ്മർദ്ദ തന്ത്രത്തിന് മുന്നിൽ അത് നേതൃത്വം ഹൈക്കമാൻഡ് മുട്ടുമടക്കി അദ്ദേഹത്തിന് വീണ്ടും KPCC അധ്യക്ഷ സ്ഥാനം തിരികെ നൽകുന്നു.
എന്നാൽ മറുവശത്ത് ഇത്തരത്തിൽ ഒരു നേതാക്കൾ അതൃപ്തിയോടെ തുടരുന്ന സാഹചര്യവും ഈ ഹൈക്കമാൻഡ് നിരീക്ഷിക്കുന്നുണ്ടാകുമല്ലോ. അപ്പോൾ എന്തായിരിക്കണം അതിലൊരു ഇടപെടൽ? അവിടെ കൃത്യമായി സ്വാഭാവികമായി ഇരുവിഭാഗങ്ങളുമായി ചർച്ച നടത്താൻ തന്നെയാണ് സാധ്യത. അവിടെ എടുത്തു പറയേണ്ട കാര്യം, പ്രവർത്തകർക്കിടയിൽ വലിയൊരു ആവേശം ഉണ്ടായ പ്രതീതി ഇന്നലെ KPCC ഓഫീസിലേക്ക് കെ സുധാകരനെ സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തിയ പ്രവർത്തകർ വൈകുന്നേരം വരെയും സമാനമായ രീതിയിൽ തിരക്ക് തുടരുന്ന അവസ്ഥ. അതായത് പുതിയതായി ഒരു അധ്യക്ഷൻ ചുമതലയേറ്റാൽ എങ്ങനെയാണോ സമാനമായ തരത്തിലായിരുന്നു KPCC ആസ്ഥാനത്ത് ഇന്നലെ നടന്ന ചടങ്ങുകൾ. കെ സുധാകരന്റെ അനുഭാവികളായ തിരുവനന്തപുരം ജില്ലയ്ക്ക് അകത്തു നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമുള്ള പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ഇന്ദിരാഭവനിലേക്ക് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന് പിന്തുണ അറിയിക്കുന്നതിന് വേണ്ടി എത്തുന്ന കാഴ്ചയാണ് KPCC ആസ്ഥാനത്ത് നിന്ന് കാണാൻ കഴിഞ്ഞത്. സ്വാഭാവികമായി അദ്ദേഹത്തോടൊപ്പമുള്ളവർ പറയുന്നത് വിയോജിപ്പുള്ള കുറച്ച് നേതാക്കൾ ഉണ്ടെങ്കിൽ അതിനപ്പുറത്താണ് കെ സുധാകരന്റെ ജനപിന്തുണ. ആ ജനപിന്തുണയ്ക്ക് മുമ്പിൽ ഈ വിയോജിപ്പുകളെല്ലാം ഇല്ലാതാകുന്നതാണ്. പക്ഷെ നേതൃത്വത്തിന് അത് മാത്രം കേട്ട് വെറുതെ ഇരിക്കാനാവില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ 1-2 വർഷത്തിനിടയിൽ നടക്കാനുള്ളതാണ്. സ്വാഭാവികമായി സംഘടനാ തലത്തിൽ പാർട്ടിയെ അതുമായി ബന്ധപ്പെട്ട് കെട്ടിപ്പിടിക്കേണ്ടതുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അനൈക്യം വെച്ചു പൊറുപ്പിക്കാനാവില്ല എന്ന് AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ കഴിഞ്ഞ ദിവസം നേതൃയോഗത്തിൽ അറിയിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് വൈകാതെ തന്നെ അനുനയ നീക്കങ്ങൾക്ക് KC വേണുഗോപാൽ തന്നെ ഇടപെടുമെന്ന സൂചനകളാണ് ലഭ്യമാകുന്നത്. എന്ന് ഓക്കെ, റൈറ്റ്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. എന്നാലും ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ മടങ്ങിയെത്തിയപ്പോൾ അവിടെ ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ പങ്കെടുക്കാത്തത് മാധ്യമപ്രവർത്തകരൊക്കെ ഉന്നയിച്ചിരുന്നു. പങ്കെടുക്കേണ്ടതായിരുന്നു, അതൊരു അനിവാര്യതയായിരുന്നു എന്ന് കെ സുധാകരൻ തന്നെ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയും ചെയ്തു. എന്നാലും കോൺഗ്രസ് വീണ്ടും മറ്റൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോകുന്നു എന്നാണ് തോന്നുന്നത്. ഷാഫി കമന്റ് ചെയ്യാണ്, ജീവനക്കാർ എന്ന് പറയരുത്, പക്കാ തെമ്മാടികളെ. എയർ ഇന്ത്യ ജീവനക്കാരെ പറ്റിയാണ്. പക്ഷേ ഷാഫി എനിക്ക് തോന്നുന്നു ഒരു പ്രവാസിയാണെന്ന് തോന്നുന്നു. എന്നാലും ഷാഫി, നമ്മൾ അങ്ങനെ ഏകപക്ഷമായി പറയാൻ കഴിയില്ല. ഇപ്പോൾ ലേബർ കമ്മീഷൻ ഉൾപ്പെടെ മാനേജ്മെന്റിന് എതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. അപ്പോൾ ആ സാഹചര്യം കൂടി നോക്കട്ടെ. എന്നാലും സമരം ചെയ്യുന്നത് മിന്നൽ പണിമുടക്ക് യാത്രക്കാർക്ക് പ്രശ്നമുണ്ടാക്കി എന്നുള്ളത് സത്യം തന്നെ. അത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നല്ല. പക്ഷേ അപ്പോൾ പോലും അവരുടെ പ്രതിഷേധം എന്താണെന്നുള്ളത് പരിശോധിക്കണമല്ലോ. പ്രഭാകരൻ, ഐ ലൈക്ക് ദിസ് വെരി മച്ച്. പ്രഭാകരൻ എന്നെയാണോ? താങ്ക് യു സോ മച്ച്. എന്താണെങ്കിലും മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. ഈ കോൺഗ്രസ് വാർത്തകൾ അത് നമ്മളിപ്പോൾ ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്തു. ഇനി മറ്റു വാർത്തയിലേക്ക് പോയാൽ തിരുവനന്തപുരത്ത് തന്നെയാണ്. നടു റോഡിലെ തർക്കത്തിൽ ഡ്രൈവർ യദു കൃഷ്ണന്റെ പരാതിയിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെയും ഭർത്താവ് സച്ചിൻ ദേവ് MLAയുടെയും മൊഴി ഉടൻ രേഖപ്പെടുത്തും. വിവാദത്തിനിടയാക്കിയ സാഹചര്യം ഇന്നലെ കന്റോൺമെന്റ് പോലീസിനോട് യദു വിശദീകരിച്ചിരുന്നു. അതേസമയം ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് കണ്ടെത്താനാകാതെ നിജസ്ഥിതി മനസ്സിലാക്കാനാകില്ല എന്നുള്ള നിലപാടിലാണ് പോലീസ്. ഡാൻ തുടരുന്നുണ്ട്. ഡാൻ, ആകെ കുഴഞ്ഞു പറഞ്ഞു കിടക്കുകയാണല്ലോ. ഇപ്പോൾ ഇന്നലെ യദുവിന്റെ മൊഴിയെടുത്തു. ഇന്ന് എന്താണ് തുടർ നടപടികൾ? എൽദോ, ഇന്നലെ മണിക്കൂറുകളോളം ആണ് മൊഴിയെടുക്കുന്നതിന്റെ ഭാഗമായി കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ യദുവിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത്. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറും സർക്കിൾ ഇൻസ്പെക്ടറും ഉൾപ്പെടെയുള്ളവരായിരുന്നു യദുവിൽ നിന്ന് ഈ സംഭവത്തിന്, ഈ വിവാദത്തിനിടയാക്കിയ സാഹചര്യം കൃത്യമായി തന്നെ ചോദിച്ച് മനസ്സിലാക്കിയത്. പക്ഷേ അപ്പോഴും മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിൽ ലൈംഗിക ചേഷ്ടയോടെ തന്നെ ആംഗ്യം കാണിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു ആര്യ രാജേന്ദ്രൻ ഉന്നയിച്ചത്. സ്വാഭാവികമായി അത് തെളിയിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങളുണ്ടോ എന്നതാണ് പോലീസ് കൃത്യമായി പരിശോധിക്കുന്നത്. വിവാദമുണ്ടായ, തർക്കമുണ്ടായ സമയത്ത് ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ചിലർ മൊബൈൽ ഫോണിൽ ഈ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഈ യാത്രക്കാരെ കണ്ടെത്തി ആ ദൃശ്യങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം ഒരു വശത്ത് പോലീസ് തുടരുന്നു. അതേസമയം തന്നെയാണ് ബസ്സിലെ DVRൽ നിന്ന് നഷ്ടമായ മെമ്മറി കാർഡ് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കം തമ്പാനൂർ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ മെമ്മറി കാർഡ് ലഭിച്ചാൽ അതിലെ വിവരങ്ങൾ റിട്രൈവ് ചെയ്യാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ സമയത്ത് ബസ്സിനുള്ളിൽ എന്താണ് സംഭവിച്ചത്, MLA സച്ചിൻ ദേവ് ബസ്സിനകത്ത് കയറി യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായോ, അത്തരത്തിലുള്ള ആരോപണങ്ങൾ എന്തെങ്കിലും വസ്തുതയുണ്ടോ, ഇക്കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യമായ മറുപടി ലഭിക്കും, വ്യക്തതയുണ്ടാകും. അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡ് എത്രയും പെട്ടെന്ന് വീണ്ടെടുക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിൽ ഒന്നിൽ ബോധപൂർവം ഈ മെമ്മറി കാർഡ് നശിപ്പിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ കൂടി ഉന്നയിച്ചിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് യദുവിൽ നിന്ന് മൊഴിയെടുത്തതിന് പിന്നാലെ ഇതിൽ ആരോപണ വിധേയരായ മേയർ ആര്യ രാജേന്ദ്രന്റെയും സച്ചിൻ ദേവ് MLAയുടെയും മറ്റ് സാക്ഷികളായ യാത്രക്കാരുടെയും
ബസ്സിലെ കണ്ടക്ടറുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കം പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത്. വൈകാതെ തന്നെ ഈ നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഓക്കെ, ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്. എന്താണെങ്കിലും സംഭവത്തിൽ ഇപ്പോൾ യദുവിന്റെ പരാതിയിലാണ് ഇപ്പോൾ സച്ചിൻ ദേവിന്റെയും കുമാര രാജേന്ദ്രന്റെയും മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറാകുന്നത്. ഇന്ന് മൊഴിയെടുക്കും എന്നുള്ളതാണ് വിവരം. ഇനി പാലക്കാട് കാട്ടാനയുടെ ആക്രമണത്തിൽ മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ AV മുകേഷ് മരിച്ചിരുന്നു. ഇന്നലെ ആണ് ആ സംഭവം, ദാരുണമായിട്ടുള്ള എല്ലാവരും ഞെട്ടിച്ച സംഭവം നടന്നത്. സംസ്കാരം ഇന്നാണ് നടക്കുന്നത്. 10 മണിയോടെ പരപ്പനങ്ങാടിയിലെ വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. ഇന്നലെ രാത്രി മൃതദേഹം വീട്ടിലെത്തിച്ചു. CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, നമുക്കെല്ലാവർക്കും വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അനുമോദ വീട്ടിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? എപ്പോഴാണ് സംസ്കാരമൊക്കെ എപ്പോൾ നടക്കും? എന്തോ ശോകമുഖമാണ് ഇവിടുത്തെ അന്തരീക്ഷം. എല്ലാവരും കൂടുതൽ ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച. എല്ലാവർക്കും നല്ലത് മാത്രമാണ് മുകേഷിനെ പറ്റി ഓർക്കാനുള്ളതും പറയാനുള്ളതും ഒക്കെ. ഇവിടെ പരപ്പനങ്ങാടിയിൽ നാട്ടിലാണെങ്കിലും പൊതുപ്രവർത്തനങ്ങളിലും അതുപോലെ ചെറിയ കാര്യങ്ങളൊക്കെ നാട്ടിലുള്ള സമയത്ത് സജീവമായിരുന്ന ഒരു വ്യക്തിയാണ് മുകേഷ് എന്ന ഓർമ്മയാണ് നാട്ടുകാരെ സംബന്ധിച്ചുള്ളത്. വീട്ടുകാർക്കാണെങ്കിലും കുടുംബത്തിന്റെ ഏക അത്താണി. അത് നഷ്ടമായതിന്റെ ഒരു വേദനയിലാണ് കുടുംബം മുഴുവനായിട്ടും ഉള്ളത്. എന്താണെങ്കിലും ഇന്ന് രാവിലെ 10 മണിയോടെയാണ് മുകേഷിന്റെ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. വീട്ടുവളപ്പിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം ഉണ്ടാവുക. 9 മണിയോടെ അതിന്റെ ചടങ്ങുകൾ ആരംഭിക്കും. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് പാലക്കാട്ട് നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മുകേഷിന്റെ ഭൗതിക ശരീരം പരപ്പനങ്ങാടിയിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഭാര്യ ടെസയും മറ്റ് കുടുംബാംഗങ്ങളും ഒക്കെ ഈ മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു. അല്പ സമയത്തിനകം കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും. അതിനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ ചിലരൊക്കെ വരാനുണ്ടെങ്കിൽ പോലും 10 മണിയോടെ തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും കൂടുതൽ ആളുകൾ മുകേഷിന്റെ വിയോഗം പറഞ്ഞ് പരപ്പനങ്ങാടിയിലെ വീട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തോ മാതൃഭൂമി ന്യൂസ് ക്യാമറാമാനായിരുന്ന മുകേഷിൻ്റെ സംസ്കാരം അത് ഇന്ന് നടക്കും. ഈ മുകേഷിൻ്റെ സുഹൃത്തുക്കളുടെ ഒരു വലിയ വലയമുണ്ട്. പ്രത്യേകിച്ചും ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഒരുപാട് മാധ്യമപ്രവർത്തകർ, അവർക്കൊക്കെ എപ്പോഴും മുകേഷിൻ്റെ നല്ല കാര്യങ്ങൾ, മുകേഷിൻ്റെ ഓർമ്മകളൊക്കെ ഇങ്ങനെ പങ്കുവയ്ക്കുകയായിരുന്നു. ഇന്നലെ ആ ഞെട്ടിക്കുന്ന വാർത്ത വന്ന ശേഷം വളരെ നല്ലൊരു ചെറുപ്പക്കാരൻ മാധ്യമ ലോകത്ത് തന്നെ മനോഹരമായി, അത് ഒരു ക്യാമറാമാൻ എന്നതിനുമപ്പുറം ഒരു മീഡിയ പേഴ്സണായി നിലനിൽക്കായിരുന്നു. നന്നായി അതിജീവനം എന്ന ഒരു പങ്ക്തി തന്നെ മാതൃഭൂമി വെബ്സൈറ്റിൽ അദ്ദേഹം പങ്കുവച്ചിരുന്നു. അത് 100 ലേഖനങ്ങൾ പിന്നിട്ടിരുന്നു. അങ്ങനെ ഒരു ക്യാമറയ്ക്ക് പിന്നിലും യഥാർത്ഥ മാധ്യമപ്രവർത്തകൻ്റെ ദൗത്യം നിലനിർത്തുന്ന ഒരു സാഹചര്യമായിരുന്നു മുകേഷിൻ്റെ ഭാഗത്തുനിന്ന്. അങ്ങനെ ഒരു മാധ്യമ ലോകത്തെ ആ ദൗത്യത്തിനിടയിൽ ശരിക്കും ഒരു വീരമൃത്യു എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന സാഹചര്യം. എന്നാലും അങ്ങേയറ്റം ദുഃഖം, ശോകമുഖമാണ്. മാധ്യമ ലോകത്തിൻ്റെ മുഴുവൻ അനുശോചനവും ആ കുടുംബത്തിന് രേഖപ്പെടുത്തുകയാണ്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ KP യോഹന്നാൻ്റെ സംസ്കാര ചടങ്ങുകൾ അത് എപ്പോഴാണെന്നുള്ള കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. തിരുവല്ലയിലെ ബിലീവേഴ്സ് ആസ്ഥാനത്ത് ഇന്ന് സഭ സിനഡ് ചേരും. മെത്രാപ്പോലീത്തയെ ഇടിച്ചു വീഴ്ത്തിയ വാഹനം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ശശി നാരായണനാണ് ആദ്യം ചേരുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശശി, എപ്പോഴാണ് സിനഡ് ചേരുക? ഇന്ന് 9 മണിയോടുകൂടിയായിരിക്കും സിനഡ് ചേരുക. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വൈദികരും ബിഷപ്പുമാരും ഒക്കെ എത്തിയതിനു ശേഷമായിരിക്കും സിനഡ് ചേരുക. അങ്ങനെയാണ് ഇപ്പോൾ സഭയുടെ ഔദ്യോഗിക നേതൃത്വം നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും KP യോഹന്നാന്റെ സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ് നടക്കുക എന്ന കാര്യങ്ങളെ കുറിച്ച് അറിയുക. എന്തായാലും പ്രത്യേകം അതിന് ശേഷമായിരിക്കും അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും. എന്തായാലും അതും 2 ദിവസം എടുക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുന്നത്. കാരണം അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും തിരുവല്ല ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് ആസ്ഥാനത്ത് തിരുവല്ലയിൽ എത്തിക്കുക. അവിടെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്ന് കൂടുന്ന സിനഡിലായിരിക്കും ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ട്. എന്തായാലും അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഇന്ന് നടക്കും. ഇന്നലെ രാത്രിയും ബിഷപ്പുമാരും ഒക്കെ അവര് ഈ കാര്യങ്ങളെ കുറിച്ചൊരു ചർച്ചയൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. പക്ഷെ ഇന്ന് കൂടുന്ന വൈദികരുടെയും അതുപോലെ തന്നെ കൗൺസിലിലായിരിക്കും ഇത്തരമൊരു തീരുമാനമെടുത്തതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അവിടെ അമേരിക്കയിലുള്ള നടപടിക്രമങ്ങൾ മൊത്തം പൂർത്തിയാക്കിയതിനു ശേഷം പ്രത്യേകം പതിവ് ശരീരം ഇവിടെ എത്തിച്ചതിന് ശേഷം പിന്നീടായിരിക്കും സംസ്കാര ചടങ്ങ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുക. എന്തോ ശശി, ഈ
ഇടിച്ച വാഹനം അത് തിരിച്ചറിഞ്ഞു എന്നുള്ള വിവരം വരുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അത് ഈ വാഹനം ഓടിച്ചിരുന്ന ആരാണ്? അത്തരത്തിലെന്തെങ്കിലും വാഹനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അത് കസ്റ്റഡി എടുത്തു എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ സ്വാഭാവികമായും ഈ 2 ദിവസം മുമ്പാണ് ഇത്തരമൊരു അപകടം ഉണ്ടാകുന്നത്. ഈ അമേരിക്കയിലെ ചർച്ചിൽ ഇതിന് പ്രഭാത നടത്തതിന്റെ ഇടയിലാണ് ഇത്തരത്തിൽ വാഹനം ഇടിക്കുന്നത്. സാധാരണ ഈ ചർച്ചിലിന്റെ ഗ്രൗണ്ടിൽ തന്നെയാണ് അദ്ദേഹം നടക്കാറുള്ളത്. അപകടം പറ്റുന്ന ദിവസം ചർച്ചിന് വെളിയിലുള്ള റോഡിൽ കൂടി നടക്കുന്നതിനിടയിലാണ് പിന്നിൽ നിന്നും വാഹനം ഇടിച്ച് അപകടമുണ്ടാകുകയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും വിദഗ്ധ ചികിത്സ നൽകുകയും ഒക്കെ ചെയ്ത് ഏതായാലും ആന്തരികമായ വലിയ ഗുരുതരമായ പരിക്ക് പറ്റിയ ആന്തരികമായ രക്തസ്രാവം ഉണ്ടാകുകയും അത് ഒരു സർജറിയുള്ള രക്തസ്രാവമൊക്കെ നീക്കം ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ തിരിച്ച് ജീവിതത്തിലേക്ക് വരുമെന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഇന്നലെ വൈകുന്നേരത്താണ് ഈ ഹൃദയസ്തംഭനം ഉണ്ടാവുകയും തുടർന്ന് അന്ത്യം സംഭവിക്കുകയും ചെയ്തത്. എന്തായാലും ആ വാഹനം എന്തായാലും കസ്റ്റഡി എടുത്തിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളും മറ്റു കാര്യങ്ങളും ഇനി നമുക്ക് ലഭിക്കേണ്ടതിനും ഇടിച്ച വാഹനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പോലീസ് വാഹനം കസ്റ്റഡി എടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിന്റെ ഭൗതിക ശരീരം തിരുവല്ലയിൽ എത്തിക്കുക. ആ കാര്യങ്ങളെല്ലാം സഭയുടെ വൈദികരും അടക്കമുള്ള ആളുകൾ ഇപ്പോൾ അമേരിക്കയിലെ ഈ ഡാലസിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം ആയിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കുക. എന്തായാലും വലിയൊരു നഷ്ടം തന്നെയാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന് ഉണ്ടായിരിക്കുന്നത്. കാരണം സഭയെ നയിക്കുകയും വളരെ കരുത്തുറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ഒരു വലിയ മനുഷ്യസ്നേഹിയായ വ്യക്തിയാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ നഷ്ടമായിരിക്കുന്നത്. കാരണം സാധാരണ നിരണം തിരുവല്ലയിൽ നിരണം എന്ന ഗ്രാമത്തിലെ കർഷക കുടുംബത്തിൽ ജനിച്ച് തുടർന്ന് 1974 വൈദിക പഠനത്തിന് അമേരിക്കയിലെത്തിയും അവിടെ നിന്നും 1978 ജർമ്മൻ സ്വദേശിയായ ഗിസലെ വിവാഹം കഴിക്കുകയും രണ്ടുപേരോട് ചേർന്നാണ് പിന്നീട് ഈ വൈദിക വേലകൾക്ക് ഇറങ്ങുകയും അത് ഒരു സഭയായി രൂപാന്തരപ്പെടുകയും 2003 ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന സഭ രൂപീകരിക്കുകയും അത് കൃത്യമായി അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്ത ഒരു വലിയ വ്യക്തിയാണ്. കാരണം ആതുര സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തൊക്കെ വലിയ മാതൃകാപരമായ പ്രവർത്തനമാണ് ബിലീവേഴ്സ് ചർച്ചിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നത്. കാരണം ഇന്ത്യയിലെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സാധാരണ ഗ്രാമങ്ങളിലൊക്കെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം, അതുപോലെ തന്നെ കുഷ്ഠരോഗികളെ ചികിത്സിക്കുക, ആതുരാലയങ്ങൾ സ്ഥാപിച്ച് അവിടെ സൗജന്യ ചികിത്സകൾ ഏർപ്പെടുത്തുക, വിദ്യാഭ്യാസ രംഗത്ത് വലിയ സാധാരണപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്നതിനൊക്കെയുള്ള സഭ നടത്തിയ മാതൃകമായ പ്രവർത്തനങ്ങളെല്ലാം നേതൃത്വം വഹിച്ച ഒരു വ്യക്തിയാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പരമാധ്യക്ഷൻ യോഹന്നാൻ മെത്രാപ്പോലീത്ത. അതുകൊണ്ട് തന്നെ സഭയുടെയും വിശ്വാസികളെയും സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. വിവിധ സഭകളിൽ നിന്നുള്ള ആളുകളെയൊക്കെ ഈ സഭയിലേക്ക് ആകർഷിക്കുന്ന തരത്തിലേക്ക് ഒരു പ്രവർത്തനമാണ് യോഹന്നാന്റെ നേതൃത്വത്തിൽ ഈ ബിലീവേഴ്സ് ചർച്ച് നടത്തി വന്നത്. അതുകൊണ്ട് തന്നെ ഈ അദ്ദേഹത്തിന്റെ വിയോഗം സഭാവിശ്വാസികളെ സംബന്ധിച്ചും വൈദികരെ സംബന്ധിച്ചും ബിഷപ്പുമാരെ സംബന്ധിച്ചൊക്കെ വലിയ തീരാ നഷ്ടമാണ്. എന്തായാലും ഈ ഭൗതിക ശരീരം എത്തിയ ശേഷം പ്രത്യേക പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ അത് എന്താണ് എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇന്ന് 9 മണിക്ക് ചേരുന്ന സിനഡിന് ശേഷമായിരിക്കും തീരുമാനിക്കുക എന്തൊക്കെ രീതിയിലുള്ള ചടങ്ങുകളാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുക. എന്തായാലും ഈ വാഹനാപകടത്തിൽ തന്നെ മരിച്ച സാഹചര്യത്തിൽ അമേരിക്കയിലെ നടപടിക്രമങ്ങൾ നിയമപരമായുള്ള കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷമായിരിക്കും മൃതദേഹം തിരുവല്ലയിലെ ആസ്ഥാനത്ത് എത്തിച്ചതിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശരി, ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ അന്തരിച്ചു. KP യോഹന്നാൻ എന്നുള്ള പേരിലായിരുന്നു അദ്ദേഹം ഈ സുവിശേഷ പ്രസംഗ വേലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആരംഭം. അതിനെ തുടർന്നാണ് പിന്നീടാണ് ഈ ബിലീവേഴ്സ് ചർച്ച് എന്നുള്ള പ്രസ്ഥാനം സഭ അത് അദ്ദേഹം സ്ഥാപിക്കുകയും ബിഷപ്പാവുകയും ചെയ്തത്. എന്നാൽ ഇന്നലെയാണ് അപകടത്തെ തുടർന്നുള്ള മരണം സംഭവിച്ചത്. അപകടം നടന്നത് 2 ദിവസം മുമ്പാണ്. ഇനി മറ്റു വാർത്തകളിലേക്ക് പോയാൽ ഇന്നലെ SLC പരീക്ഷാ ഫലം വന്നു. ഇന്ന് ഹയർ സെക്കൻഡറി പരീക്ഷാ ഫല പ്രഖ്യാപനമാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 16 ദിവസം നേരത്തെ ഇക്കുറി ഫലം പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. 4,41,120 വിദ്യാർത്ഥികളാണ് ഫലം കാത്തിരിക്കുന്നത്. 82.5 ആയിരുന്നു കഴിഞ്ഞ തവണത്തെ വിജയശതമാനം. ഏപ്രിൽ 3 മുതൽ 24 തീയതി വരെ നടന്ന മൂല്യനിർണ്ണയ ക്യാമ്പിൽ 25,000-ഓളം അധ്യാപകരാണ് പങ്കെടുത്തത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലപ്രഖ്യാപനവും ഇന്ന് തന്നെ നടക്കും. റെഗുലർ വിഭാഗത്തിൽ 27,798 പ്രൈവറ്റ് വിഭാഗത്തിൽ 1,502 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഇത്തവണ SSLC ഫലം വന്നപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ
കുറവാണ് വിജയ ശതമാനം. എന്നാൽ എല്ലാ വിഷയത്തിനും A+ കിട്ടിയവരുടെ എണ്ണം കൂടുകയും ചെയ്തു. കണക്കുകൾ പരിശോധിക്കാം. 99.69% ഇത്തവണ SSLC വിജയ ശതമാനം. വിജയികളായ എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. എന്തായാലും ഇത്തവണത്തെയും കഴിഞ്ഞ വർഷത്തെയും ഒരു SSLC വിജയ ശതമാനവും കണക്കും ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇത്തവണ 99.69% വിജയം. കഴിഞ്ഞ തവണ 99.70% അതായത് 0.01% കുറവ്. പരീക്ഷ എഴുതിയത് ഇത്തവണ 4,27,105 കുട്ടികളായിരുന്നു. കഴിഞ്ഞ തവണ 4,19,128 കുട്ടികളായിരുന്നു. 7,977 കുട്ടികളുടെ എണ്ണത്തിൽ വർധനവ്. ഉന്നത പഠനത്തിന് അർഹത നേടിയത് ഇത്തവണ 4,25,563 കുട്ടികളാണ്. കഴിഞ്ഞ തവണ 4,17,864 കുട്ടികളാണ്. ഫുൾ A+ നേടിയത് ഇത്തവണ 71,831 കുട്ടികളാണ്. കഴിഞ്ഞ തവണ 68,804 കുട്ടികൾ. 3,227 കുട്ടികളുടെ എണ്ണത്തിൽ ഫുൾ A+ നേടിയ കുട്ടികളുടെ എണ്ണത്തിൽ വർധനവ്. ഫുൾ A+ ഏറ്റവും കൂടുതൽ നേടിയ ജില്ല മലപ്പുറമാണ്. കഴിഞ്ഞ തവണയും മലപ്പുറം തന്നെയായിരുന്നു. ഇത്തവണ 4,934 ഫുൾ A+കളാണ്. കഴിഞ്ഞ തവണ 4,856 ഫുൾ A+. വിജയ ശതമാനം ഏറ്റവും ഉയർന്ന റവന്യൂ ജില്ല ഇത്തവണ കോട്ടയമാണ്. 99.92% ശതമാനം. കഴിഞ്ഞ തവണ കണ്ണൂരായിരുന്നു 99.94. വിജയ ശതമാനം കുറഞ്ഞ ജില്ല ഇത്തവണ തിരുവനന്തപുരമാണ്. 99.08%. കഴിഞ്ഞ തവണ അത് വയനാടായിരുന്നു. 98.41%. വിജയ ശതമാനം ഉയർന്ന വിദ്യാഭ്യാസ ജില്ല 2024 ഈ വർഷം പാലയാണ് 100%. കഴിഞ്ഞ തവണ അത് പാലയും മൂവാറ്റുപുഴയുമായിരുന്നു. വിജയത്തിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് സ്കൂളുകൾ, സർക്കാർ സ്കൂളുകൾ ഇത്തവണ 892 ഗവൺമെന്റ് സ്കൂളുകൾക്കാണ് 100% വിജയം ലഭിച്ചത്. കഴിഞ്ഞ തവണ 951 ഗവൺമെന്റ് സ്കൂളുകൾക്കായിരുന്നു. ആ കണക്കിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. 1139 എയ്ഡഡ് സ്കൂളുകളും 443 അൺഎയ്ഡഡ് സ്കൂളുകളും ഇത്തവണ 100% വിജയം നേടി. കഴിഞ്ഞ തവണ അത് 2,581 ആയിരുന്നു. 100% വിജയം നേടിയ സ്കൂളുകളുടെ എണ്ണത്തിൽ കുറവുണ്ട്. ഇനി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ കണക്കെടുക്കുകയാണെങ്കിൽ 2022 99.26% വിജയം. 2021 99.47 ആയിരുന്നു. 2020 98.82% വിജയം. വിജയികളായ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ഇത്തവണ പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷ മെയ് 9 മുതൽ സമർപ്പിക്കാം. അവസാന തീയതി മെയ് 15-നാണ്. പരീക്ഷ മെയ് 28 മുതൽ ജൂൺ 6 വരെ നടത്തും. വിജയം നേടിയവരുടെ സർട്ടിഫിക്കറ്റുകൾ ജൂൺ ആദ്യ വാരം മുതൽ ഡിജി ലോക്കറിൽ ലഭ്യമാകുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിലെ കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC പരീക്ഷ എഴുതിയ 13 ജോഡി ഇരട്ട കുട്ടികൾക്കും വിജയം. ഇതിൽ ഫഹദ് ബഷീർ, റീഹ ഫാത്തിമ, ആനി റഹ്മാൻ, ഹാദി റഹ്മാൻ എന്നീ 2 ജോഡികൾക്കും ഇരട്ടകളിലൊരാളായ കാരശ്ശേരി സ്വദേശിനി ഫാത്തിമ സിയ എന്ന കുട്ടിക്കും മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചു. സ്കൂളിൽ SSLC പരീക്ഷ എഴുതിയ 877 കുട്ടികളും വിജയം സ്വന്തമാക്കി. ഇതിൽ 210 കുട്ടികൾക്കാണ് A+ കിട്ടിയത്. ഇനി വിദ്യാഭ്യാസ മേഖലയിൽ മലപ്പുറം നേടുന്ന ഉന്നതിക്ക് പിന്നിൽ കാരണങ്ങൾ പലതുണ്ട്. നമുക്കറിയാം, മലപ്പുറത്തിന്റെ നേട്ടമൊക്കെ ഇന്നലെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. SSLC ഫലപ്രഖ്യാപനം വന്നപ്പോൾ കുട്ടികളെ എത്രയും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളും അതിനുവേണ്ട എല്ലാ പിന്തുണയും നൽകുന്ന ഭരണകർത്താക്കളും ഇതിനെല്ലാം പുറമെ പഠിച്ച് ഉന്നതങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളും എല്ലാം ഈ മലപ്പുറത്തിന്റെ വിജയഗാഥയ്ക്ക് പിന്നിലുണ്ട്. ഒരു കാലത്ത് പട്ടികയുടെ ഏറ്റവും അവസാന സ്ഥാനത്തുണ്ടായിരുന്നതായിരുന്നു മലപ്പുറം ജില്ല. ഇന്ന് ആദ്യ സ്ഥാനങ്ങളിലേക്ക് എത്തിയതിന് പിന്നിൽ ഇത്തരത്തിൽ ഒട്ടേറെ കാരണങ്ങൾ നിരത്തുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് കാരണങ്ങൾ നോക്കി വരാം. മലപ്പുറം എല്ലാ തവണയും SSLC പരീക്ഷ വരുമ്പോൾ പുതിയ ചരിത്രം രചിക്കുകയാണ്. പണ്ട് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പിന്നിലെന്ന് എല്ലാവരും ഇകഴ്ത്തിയിരുന്ന ഒരു ജില്ലയാണ് ഓരോ വർഷം കഴിയുന്തോറും മികച്ച ഫലം നൽകി എല്ലാവരെയും അമ്പരപ്പിക്കുന്നത്. എന്താണ് മലപ്പുറത്തിനെ മാറ്റിയത്? ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. എന്നോടൊപ്പം ഇവിടുത്തെ മിടുക്കികളായ കുട്ടികളുണ്ട്.
അവരുടെ അധ്യാപകരുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. നമുക്ക് ഒരു കാലത്ത് മലപ്പുറം എന്ന് പറയുമ്പോൾ തന്നെ പരീക്ഷയിലേക്ക് ഏറ്റവും താഴെ തട്ടിൽ മാത്രം മാർക്ക് നേടുന്ന കുട്ടികളുടെ കൂട്ടമായിരുന്നു. ഇപ്പോൾ എല്ലാ വർഷവും തുടർച്ചയായിട്ട് 99% മുകളിലേക്ക് വിജയം നേടുന്ന വലിയൊരു മാറ്റമാണ് ജില്ലയിൽ സംഭവിച്ചത്. എന്താണ് ഈ ഒരു മാറ്റത്തിന്റെ രഹസ്യമായിട്ട് നിങ്ങൾ കാണുന്നത്? അതായത് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അതിന് പുറമെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജില്ലാ പഞ്ചായത്ത് തുടങ്ങിവെച്ച വിജയബേരി പദ്ധതി ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പോൾ ഞാൻ ഈ സ്കൂളിൽ PTA പ്രസിഡന്റാണ്. ഇവിടുത്തെ അധ്യാപകർ എത്ര കഠിന പരിശ്രമം നടത്തുന്നത് നമുക്കറിയാം. അതോടൊപ്പം തന്നെ കുട്ടികളും രക്ഷിതാക്കളും അതിനനുസരിച്ച് ഈ എന്താ പറയുക റിസൾട്ട് കിട്ടണമെന്നുള്ള ഒരു വലിയ താല്പര്യത്തോടു കൂടി കുറേ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുകയാണ്. മൊത്തത്തിൽ മലപ്പുറം ജില്ല 14ാം സ്ഥാനത്ത് നിന്ന് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ അത്ഭുതകരമായ രീതിയിലാണ് ഏറ്റവും 1ാം സ്ഥാനത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. അത് വലിയൊരു എന്താ പറയുക ഈ കുട്ടികളുടെ വല്ലാത്ത കുട്ടികളുടെയും അധ്യാപകരുടെയും വല്ലാത്ത പരിശ്രമം തന്നെയാണ്. എന്താണ് ഈ ഒരു മാറ്റത്തിൻ്റെതായിട്ട് ടീച്ചർ കാണുന്നത്? കുട്ടികളുടെ ആറ്റിറ്റ്യൂഡിൽ വന്ന മാറ്റമാണോ, രക്ഷിതാക്കൾക്ക് മക്കളെ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം പണ്ടത്തേക്കാൾ ഉള്ളത് കൊണ്ടാണോ, അതോ ഭൗതിക സാഹചര്യങ്ങളിൽ വന്ന മാറ്റമാണോ? വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു റിസൾട്ട് ഉള്ളതിൽ. പിന്നെ രക്ഷിതാക്കളുടെ ആറ്റിറ്റ്യൂഡിലും മാറ്റമുണ്ട്. അതേപോലെ അധ്യാപകരായാലും കുട്ടികൾക്ക് വേണ്ടി വളരെയധികം പ്രയത്നിക്കുന്നു. അതുപോലെ കുട്ടികളും അതെ അവർ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും കൂടി ഒരു ഫലമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് മലപ്പുറം ജില്ലയുടെ തന്നെ ഒരു വിജയമായിട്ട് കണക്കാക്കുന്നത്. പണ്ട് ഈ മുസ്ലിം പെൺകുട്ടികൾ സ്കൂളിലേക്ക് വരാത്തൊരു കാലമൊക്കെ മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും അധികം മുമ്പിൽ നിൽക്കുന്നത് കുട്ടികളാണ്. മലപ്പുറം എന്ന് പറയുമ്പോൾ അവിടെ ഭൂരിപക്ഷമുള്ള കുട്ടികൾ. അവരുടെ പഠിപ്പിക്കാൻ രക്ഷിതാക്കൾ കാണിക്കുന്ന താല്പര്യം, ഇതൊക്കെ ഒരു വലിയ മാറ്റമല്ലേ? അതെ, അത് വലിയൊരു മാറ്റമാണ്. രക്ഷിതാക്കൾ തന്നെ മാറിയിട്ടുണ്ട്. അവരെന്നെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരായി മാറിയപ്പോൾ അവര് മക്കളും അതേപോലെ തന്നെ ഉയരങ്ങളിൽ എത്താൻ വേണ്ടി അവരും നമ്മുടെ കൂടെ ശ്രമിക്കുന്നതുകൊണ്ടാണ്. അതെ, മക്കളെടുത്ത് പോയിട്ട് എന്താണ് മോളുടെ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സന്തോഷമുണ്ട്. ഫുൾ A+ ഉണ്ട്. ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തില് ഏറ്റവും സന്തോഷം 100% ഉണ്ട്. പിന്നെ കഴിഞ്ഞ വർഷത്തില് 79 ഫുൾ A+ ഉണ്ട്. ഇപ്രാവശ്യം 92 ഫുൾ A+ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എല്ലാരും പറയും ഫുൾ A+ കിട്ടിയാൽ അതൊക്കെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണ്. പക്ഷെ ഞങ്ങൾക്കിപ്പോ പറയാം, ഞങ്ങൾ രക്ഷിതാക്കളും അതിലേക്കാണ് ഞങ്ങൾ അധ്യാപകർ പറഞ്ഞാല് 9 മണിക്ക് വരുന്നു, 4:30 പിന്നെയും, പിന്നെ നൈറ്റ് ഇത് ഭയങ്കര സന്തോഷമുണ്ട്. കൂടെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും നന്നായിട്ട് നന്ദി. വീട്ടിൽ നിന്നൊക്കെ എങ്ങനെ പഠിക്കാൻ നിർബന്ധിക്കുമോ? മോൾ ഇത്ര നേരം പഠിക്കണം അങ്ങനെയൊക്കെ വീട്ടിൽ നിർബന്ധിക്കുന്നുണ്ടോ? എന്റെ വീട്ടില് അങ്ങനൊന്നുമില്ല. പക്ഷെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോ കുറച്ച് ഇതുണ്ട്. പക്ഷെ എന്നാലും ആരും നെഗറ്റീവ് ആയിട്ട് എടുത്തിട്ടില്ല. സ്വന്തം നല്ലതിനല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല റിസൾട്ടും ഉണ്ട്. മോള് ആഗ്രഹിക്കുന്നവരെ പഠിക്കാനുള്ള ഒരു സപ്പോർട്ട് എപ്പോഴും വീട്ടിൽ നിന്ന് അല്ലേ? ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. കുട്ടികളുണ്ട് വേറെ കേട്ടോ. എന്താണ് എല്ലാരും ഒഴിഞ്ഞു മാറി? എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളെ 10ാം ക്ലാസ്സില്? പൊളിയായിരുന്നു. സ്കൂളിൽ നിന്നുള്ള പഠിപ്പിക്കലും വീട്ടിൽ നിന്ന് എന്തൊക്കെയാ സപ്പോർട്ട് കിട്ടിയത്? എങ്ങനെയൊക്കെ? വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. പക്ഷെ എപ്പോഴും ഇങ്ങനെ ഇതാക്കൊന്നുമില്ല. എപ്പോഴും പഠിക്ക് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആക്കലൊന്നുമില്ല. നല്ല സപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. മക്കള് ഇഷ്ടമുള്ള പോലെ പഠിക്കാൻ അല്ലേ? സന്തോഷമാണ് ഇത് മാർക്ക് കിട്ടിയത്. ശരിക്കും വീട്ടുകാരെ എങ്ങനെ ചോദിക്കുമോ? ഇന്ന് പരീക്ഷ ഓരോ ക്ലാസ് ടെസ്റ്റ് കഴിയുമ്പോഴും എത്ര മാർക്ക് കിട്ടി, എത്ര അങ്ങനെയൊക്കെ അന്വേഷിക്കാറുണ്ടോ വീട്ടിൽ നിന്നൊക്കെ? അന്വേഷിക്കാറുണ്ട്. പിന്നെ നമ്മളത് കൊണ്ടെടുക്കും. ചീത്ത പറയോ മാർക്ക് പറഞ്ഞാല്? ചീത്ത പറയില്ല, അതിലേറെ മെച്ചുണ്ടാവണം. കുറഞ്ഞാലും മെച്ചുണ്ടാവണം പറയാം, അത്രേ ഉള്ളൂ. എന്താണ് മോളൊക്കെ എങ്ങനെയായിരുന്നു പരീക്ഷ? എങ്ങനെയുണ്ടായിരുന്നു? എന്താ റിസൾട്ടിൽ ഇപ്പോ? ഞാന് നല്ല റിസൾട്ട് തന്നെയാണ്. ഫുൾ A+ പ്രതീക്ഷിച്ച പോലെ തന്നെ കിട്ടി. അങ്ങനെ മോളെ സംബന്ധിച്ച് എന്താണ് ഈ ഒരു റിസൾട്ട് കിട്ടിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നിയത്? അധ്യാപകരുടെ സപ്പോർട്ടാണോ, വീട്ടുകാരുടെ സപ്പോർട്ടാണോ, എന്തൊക്കെയാണ് അതിൽ? രണ്ടും കൂടെ ഉണ്ട്. ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ പാരന്റ്സിന്റെ സപ്പോർട്ടും രണ്ടും കൂടി. എന്താ നിങ്ങളുടെയൊക്കെ ആഗ്രഹം ഇനി? അംബിഷൻസ് ആണ്. എനിക്ക് ഡോക്ടർ ആണെന്ന് ആഗ്രഹം. ഇനി അതിനെല്ലാം നോക്കും. അപ്പൊ +2 സയൻസ് എടുത്ത് അല്ലേ? മോക്ക് എന്താ ആഗ്രഹം? നീറ്റ് ക്രാക്ക് ചെയ്ത് MBBS തന്നെയാണ്. അതന്നെ, നീറ്റ് ക്രാക്ക് ചെയ്യണം, MBBS കയറണം, ഇന്റഗ്രേറ്റഡ് ആയിട്ട് പഠിക്കണം എന്നുണ്ട്. +1 +2. അത് ഈ വീട്ടുകാര് നമ്മളെ പറഞ്ഞതാണോ? മോൾക്ക് അങ്ങനെ ഒരു നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ആഗ്രഹം തോന്നിയതാണോ? ആണ്, ചുറ്റും തോന്നിയത് തന്നെയാണ്. ചെറുപ്പം തൊട്ടേ തോന്നിയതാണ് ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം. അത് വെച്ചിട്ട് തന്നെ പഠിച്ച് സ്കോളർഷിപ്പ് എക്സാംസ് ഒക്കെ എഴുതി കിട്ടിയിട്ട് തന്നെയാണ് പഠിച്ചത്. എന്താണെങ്കിലും ഇനി എല്ലാ ശ്രമം തുടങ്ങിയില്ലേ അടുത്ത സ്റ്റെപ്പിലേക്ക്? കുട്ടികൾക്കൊക്കെ വലിയ പ്രതീക്ഷകളാണ്. നമ്മൾ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ ഒരുപാട് വലിയ പ്രതീക്ഷയോടെയാണ് ഒരു പരീക്ഷ കഴിയുമ്പോൾ. വലിയ ആഗ്രഹങ്ങളാണ്, സ്വപ്നങ്ങളാണ്. മാറുന്ന മലപ്പുറത്തെ കുറിച്ച് എന്താണ് തോന്നുന്നത്?
ഇവിടെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുതിയൊരു തലമുറ മാറ്റമാണ് ഏറ്റവും പ്രധാനമായി ഇത്തരത്തിലുള്ള ഒരു ചേഞ്ചിന് അടിസ്ഥാനമായിട്ടുള്ളത്. കഴിഞ്ഞ 7 വർഷമായിട്ട് നമ്മുടെ ഈ പൊതുവിദ്യാലയത്തിൽ 100% വിജയം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അധ്യാപകരുടെയും PTA-യുടെയും ഒക്കെ കൂട്ടായ ശ്രമത്തിന്റെ ഫലമായി സ്പെഷ്യൽ കോച്ചിങ് ആണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക്. ക്ലാസ് ടൈം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരങ്ങളിലും രാവിലെയും ഒക്കെ യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെയാണ് ഇവിടുത്തെ അധ്യാപകർ ആത്മാർത്ഥമായിട്ടുള്ള അവരുടെ ആ ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള റിസൾട്ട് നമുക്ക് നേടാനായത്. ഇടയ്ക്ക് ചോദിച്ചോട്ടെ, മുൻപൊക്കെ നമ്മൾ ഒരു കാലത്ത് ഈ അന്നം തേടിയിട്ട് വിദേശത്ത് പോയതുകൊണ്ട് പലർക്കും വേണ്ടത്ര പഠിക്കാനൊന്നും പറ്റിയിരുന്നില്ല. ആ ഒരു തലമുറ അവർക്ക് ലഭിക്കാത്ത ഒരു വിദ്യാഭ്യാസത്തിന്റെ മികവ് കുട്ടികൾക്ക് വേണമെന്നൊരു ആഗ്രഹം കൊണ്ട് അതിലേക്ക് കുറെ കൂടി ശ്രദ്ധ കൊടുക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? അത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതിലൊക്കെ അപ്പുറത്ത് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ കാലത്ത് മിക്കവാറും ഞങ്ങളുടെ നാട്ടുകാരായ അധ്യാപകർ വളരെ കുറവായിരുന്നു. മിക്കവാറും മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന അധ്യാപകരായിരുന്നു ഉണ്ടായിരുന്നത്. സത്യത്തിൽ അവർ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ നമ്മളെ നാട്ടുകാർ ഇപ്പൊ ഈ രംഗത്തേക്ക് വന്നപ്പോൾ എന്റെ നാട്, എന്റെ കുട്ടികൾ, നമ്മുടെ സ്വന്തം നാട്ടുകാർ, നമ്മുടെ സ്വന്തം കുട്ടികൾ എന്നുള്ള ഒരു വല്ലാത്ത കാഴ്ചപ്പാടും അത് വല്ലാത്ത അതേപോലെ നേരത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞ പോലെ രാത്രി വളരെ വൈകിയും അധ്യാപകർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉറക്കമൊഴിച്ചും അല്ലെങ്കിൽ രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അധ്യാപകർ രാത്രി 9 മണിക്കൊക്കെ വീട്ടിൽ തിരിച്ചെത്തുന്നത്. അത് നമ്മുടെ സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ നാടിന്റെ എന്നുള്ളൊരു വികാരം ഉണ്ടല്ലോ, നമ്മുടെ സ്വന്തം കുട്ടികൾ എന്നുള്ള ആ ഒരു വികാരം. അതേപോലെ തന്നെ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ, കാരണം ഞങ്ങളൊക്കെ ഒരു തലമുറ ഗൾഫ് എന്നുള്ളൊരു അംബിഷൻ ഉണ്ടായിരുന്നു. അത് മാറി ഇപ്പോൾ ഒരു വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലേക്ക് കുട്ടികൾ ഒന്നുകൂടെ കുറച്ചുകൂടി നല്ല കരിയർ നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയതുണ്ട്. ഞങ്ങൾ കിട്ടാതെ പോയതൊക്കെ കുട്ടികൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തലമുറ. ഈ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡിൽ വന്ന മാറ്റം എങ്ങനെ ഈ ഇത്രയും വർഷങ്ങൾക്കിടയിൽ തോന്നുന്നത്? പണ്ടത്തെ കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികൾ നമ്മൾ വ്യത്യാസം എന്താ തോന്നുന്നത്? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സമൂഹത്തിൽ വന്ന മൊത്തം മാറ്റമാണ്. അതായത് രക്ഷിതാക്കൾ മാറുന്നു, അത് കുട്ടികൾ മാറി വരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം മുനിസിപ്പാലിറ്റി നല്ലൊരു സപ്പോർട്ടാണ് ഞങ്ങൾക്ക് തരുന്നത്. അതുപോലെ തന്നെ PTA ഒക്കെ ഏത് സമയത്തും ഇവിടെ ഞങ്ങളെ കൂടെയുണ്ട്. അതുകൊണ്ട് അധ്യാപകർ നന്നായി ട്രൈ ചെയ്യുന്നുണ്ട്, കുട്ടികളും അതിനനുസരിച്ച്. അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു വിജയം ഉണ്ടാകുന്നത്. നേരത്തെ ലീഡർ സൂചിപ്പിച്ചതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ അധ്യാപകരോട് നിൽക്കാൻ തയ്യാറാണ്. അതിന് വലിയൊരു മാറ്റം. സ്വന്തം കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്കൂളിലെ കുട്ടികളെ അതെ, തീർച്ചയായിട്ടും അതാണ് ഇതിന്റെ വിജയത്തിന്. നമ്മുടെ നിരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുൻപ് ആളുകളുടെ ഇടയിൽ ഒരു പിന്നോക്കം നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, അതുപോലെ തന്നെ വിദ്യാകിരണം, ഇതിന്റെ ഭാഗമായിട്ട് വിദ്യാലയം തന്നെ വലിയൊരു അടിമുടി മാറ്റമാണ്. ആ അടിമുടി മാറുന്നതിൽ നമ്മുടെ സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറുന്നു. അതിലേക്കെല്ലാം എക്യുപ്പഡായിട്ട് നമ്മുടെ അധ്യാപകർ മാറുകയാണ്. അധ്യാപകരുടെ ആ ഒരു മാറ്റം, അവരുടെ ഡെഡിക്കേഷൻ, അതോടൊപ്പം അവരോടൊപ്പം നിൽക്കാൻ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, PTA, ഈ എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ അത് വിദ്യാലയത്തിൽ വലിയ മാറ്റം. ആ മാറ്റം കുട്ടികളിലും പ്രകടമാവുകയാണ്. ആ പ്രകടമാകുമ്പോൾ അതിനനുസരിച്ച് രക്ഷിതാക്കളും മാറാൻ തയ്യാറാവുകയാണ്. കാരണം ഈ എല്ലാ ഘടകങ്ങളും ഒന്നിക്കുമ്പോൾ എൻ്റെ മക്കളെ അതിന് മുൻപന്തിയിലേക്ക് എത്തിക്കാൻ ഞാനും പരിശ്രമിക്കേണ്ടതുണ്ട്. എന്നാൽ കഴിയുന്ന രൂപത്തിൽ കുട്ടികളെ ഏതൊക്കെ മേഖലകളിലേക്കാണോ കൈപിടിച്ച് ഉയർത്തേണ്ടത് അതിന് അവരും തയ്യാറാണ്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ചേരുന്നതോടുകൂടിയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വലിയൊരു മാറ്റമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഞാൻ പ്രതിദാനം ചെയ്യുന്ന, ഇപ്പോൾ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞ പോലെ നമ്മളൊക്കെ പ്രതിദാനം ചെയ്യുന്ന ഈ ഗവൺമെന്റ് സ്ഥാപനം 100% വിജയം വരിക്കുന്നു. അതിൽ ഏകദേശം മൂന്നിലൊന്നും A+ എത്തുന്നു എന്നുള്ളതിൽ വലിയ അതിയായ സന്തോഷം. അതിന് ഇവിടുത്തെ അധ്യാപകരായി നേതൃത്വം നൽകുന്ന പ്രധാന അധ്യാപകർ, അവർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന PTA, ഇവരെല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിക്കാനോ അഭിനന്ദിക്കാനോ ഞാൻ ഈ സന്ദർഭം കൂടി ഉപയോഗപ്പെടുത്തി. ഒരു ദിവസം കൊണ്ടുണ്ടായ മാറ്റമല്ല അല്ലേ, കാലങ്ങളെ കൊണ്ടുണ്ടാക്കിയെടുത്ത മാറ്റമാണ് അല്ലേ? ഇപ്പോൾ ഈ വർഷം തുടക്കം മുതൽ ജൂൺ മുതൽ തന്നെ വിജയബേരി പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയായിട്ട് നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും മോർണിംഗ്, അതുപോലെ തന്നെ ഈവനിങ് ക്ലാസ്സുകൾ, പിന്നെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പ്രത്യേക പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിരുന്നു. അതേപോലെ തന്നെ എല്ലാ ശനിയാഴ്ച, ജനുവരി മുതൽ എല്ലാ ശനിയാഴ്ചയും ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ A+ ക്ലബ്ബ്, ഉയർന്ന മാർക്ക് കിട്ടുന്ന കുട്ടികളെ A+ എത്തിക്കാനുള്ള ശ്രമം വിജയബേരി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം നമുക്ക് A+ കിട്ടിയ കുട്ടികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. 92 കുട്ടികൾക്ക് A+ ലഭിച്ചു. 25%-ലധികം കുട്ടികൾക്കാണ് ഈ വർഷം നമുക്ക് A+ കിട്ടിയതെന്നുള്ള വലിയ സന്തോഷമുണ്ട്. ഇതാണ് മലപ്പുറത്തിന്റെ ആ വിദ്യാഭ്യാസ രംഗത്തുള്ള മാറ്റത്തിന്റെ വഴി. ഒന്നും പെട്ടെന്നുണ്ടായതല്ല, കാലങ്ങളെ കൊണ്ടുണ്ടായതാണ്. ഒരു തലമുറ അവർക്ക് നേടാൻ കഴിയാത്ത വിദ്യാഭ്യാസം അവരുടെ മക്കൾക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തദ്ദേശഭരണ സ്ഥാപനങ്ങളാവട്ടെ, സർക്കാർ സ്ഥാപനങ്ങളാവട്ടെ, അധ്യാപകരാവട്ടെ വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുന്നു, വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്കൊപ്പം നടക്കുന്നു. മലപ്പുറത്തിന്റെ ഈ മാറ്റം ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല, അത് കാലങ്ങളെ കൊണ്ട് മലപ്പുറം ആർജിച്ചെടുത്തതാണ്. ക്യാമറമാൻ
അഖിൽ ഊട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ വലിയ വിമർശനം നേരിട്ട ഒരു ജില്ലയും അവിടെ ജനങ്ങളുമാണ്. പരീക്ഷയുടെയും വിദ്യാഭ്യാസത്തിന്റെയും കാര്യത്തിൽ മലപ്പുറത്ത് ജനങ്ങൾ അത്രമാത്രം വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്നില്ല. പക്ഷേ ഇന്ന് മറ്റൊരു മാതൃക സൃഷ്ടിക്കുകയാണ്. ഏറ്റവും പിന്നിൽ നിന്ന് അവർ മുന്നിലേക്ക് കയറി വരുന്നു. അത് ഇപ്പോൾ അനുമോദ് സൂചിപ്പിച്ചതുപോലെ അതിന് പിന്നിൽ വലിയൊരു പ്രയത്നമുണ്ട്. ഒത്തൊരുമിച്ച് കൂട്ടായ്മയോട് കൂടിയുള്ള ഒരു പ്രയത്നം, അതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എയർ ഇന്ത്യ ജീവനക്കാരുടെ സമരമാണെന്ന് തോന്നുന്നു. അബ്ദുള്ള കുട്ടി VP പറയുന്നു, ഈ പ്രതിഷേധക്കാർക്ക് ഒരു സൂചനയെങ്കിലും നൽകാമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി മറ്റൊരു പ്രേക്ഷകൻ കുറച്ച് ദേഷ്യത്തിലാണ്. നാസി ജീൻസ് എല്ലാ വാക്കെനിക്ക് പറയാൻ പറ്റില്ല. എല്ലാവരെയും പിരിച്ചുവിട്ട് പുതിയ സ്റ്റാഫുകളെ നിയമിക്കണം. കസ്റ്റമേഴ്സാണ് രാജാവ് എന്ന ഗാന്ധിയൻ ചിന്തയില്ലാതെ യാത്രക്കാരെ പെരുവഴിയിലാക്കുന്ന ബീപ്പ് ഡാഷ്. ഇവർ കുറച്ചുനാൾ ജോലിയില്ലാതെ പട്ടിണി കിടക്കുമ്പോൾ അറിയാം യാത്രാ മുടക്കത്തെ തുടർന്ന് ജോലി ബാധിക്കുന്ന പ്രവാസികളുടെ വിഷമം. അത് എത്രത്തോളം വികാരപരിതമായിട്ട് എഴുതിയെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഈ പറയുന്ന കാര്യം പ്രസക്തമാണ്. ഒരു മുന്നറിയിപ്പ് നൽകി പണിമുടക്കിലേക്ക് പോകാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ എയർ ഇന്ത്യ ജീവനക്കാർ അതൊരു മിന്നൽ പണിമുടക്കാണ് തെരഞ്ഞെടുത്തത്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ USS പരീക്ഷയിൽ മികച്ച വിജയം നേടി പട്ടാമ്പി ആമ്യാർ സ്കൂളിന് അഭിമാനമാവുകയാണ് പ്രിയാംശു ചൗധരി. സ്കൂളിൽ നിന്ന് പരീക്ഷ എഴുതിയവരിൽ ജയിച്ചത് പ്രിയാംശു മാത്രമാണ്. 9 പേരെ പിന്തള്ളിയാണ് ഉത്തർപ്രദേശ് സ്വദേശി ഈ വിജയം സ്വന്തമാക്കിയത്. ആമയൂർ സൗത്ത് AUP സ്കൂളിൽ നിന്ന് ഇത്തവണ 10 പേരാണ് USS പരീക്ഷ എഴുതിയത്. വിജയം കരസ്ഥമാക്കിയതാകട്ടെ പ്രിയാംശു ചൗധരി മാത്രം. 5ാം ക്ലാസ് മുതൽ ആമയൂർ സ്കൂളിലാണ് പ്രിയാംശു ചൗധരിയുടെ പഠനം. പരിമിതികളെ മറികടന്നാണ് ഉത്തർപ്രദേശ് സ്വദേശി അനിൽ ചൗധരിയുടെയും രഞ്ജനയുടെയും 3 മക്കളിൽ 2ാമത്തെ മകളായ പ്രിയാംശു മിന്നും വിജയം നേടിയത്. ഞാൻ LP സ്കൂള് ശങ്കരമംഗലത്തിലാണ് പഠിച്ചത്. UP ഞാൻ ഇവിടെ ആമയൂരിലാണ് പഠിച്ചത്. 5ഉം 6ഉം 7ഉം ഞാൻ ആമയൂർ സൗത്തിലാണ് പഠിച്ചത്. പിന്നെ ഞാൻ 6ാം ക്ലാസ്സിൽ സംസ്കൃത സ്കോളർഷിപ്പ് ജയിച്ചു. 7ാം ക്ലാസ്സിലും ഞാൻ സംസ്കൃത സ്കോളർഷിപ്പ് ജയിച്ചു. പിന്നെ ഞാൻ USS എന്ന് പറയുന്ന ഒരു വലിയ എക്സാമിനേഷൻ ഞാൻ ക്രാക്ക് ചെയ്തു. എനിക്ക് നല്ല സന്തോഷമുണ്ട്. അതുമാത്രമല്ല എൻ്റെ ഫാമിലിയും എൻ്റെ നല്ല സപ്പോർട്ട് ചെയ്തു. എനിക്ക് നല്ല സന്തോഷമുണ്ട്. 8 വർഷം മുമ്പാണ് കുടുംബം തൊഴിലിനായി കൊപ്പം ആമയൂരിലെത്തിയത്. ആമയൂർ AUP സ്കൂളിന് സമീപത്തെ വർക്ക്ഷോപ്പ് തൊഴിലാളിയാണ് പ്രിയാംശുവിന്റെ പിതാവ്. ഈ വർക്ക്ഷോപ്പിൽ തന്നെയാണ് കുടുംബം കഴിയുന്നതും. സഹോദരൻ ധുബ്യാംശു ചൗധരി ഇതേ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സഹോദരി പ്രിയങ്ക പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ന്യൂസ് 18 പട്ടാമ്പി. പ്രിയാംശു ചൗധരി മലയാളം സംസാരിക്കുന്നത് കേട്ടപ്പോൾ അതൊരു ഉത്തർപ്രദേശുകാരിയാണോ എന്ന് സംശയം തോന്നി. എത്ര ഭംഗിയായിട്ടാണ് ആ കുട്ടി മലയാളത്തിൽ സംസാരിച്ചത്. അപ്പോൾ എന്നാൽ ഇന്നലെ ഈ മോർണിംഗ് വൈബ്സ് ചേരുന്ന സമയത്ത് ഈ പ്രഭാഷ് എല്ലാ ദിവസവും നമുക്ക് രാവിലെ വന്ന് പതിവായി ഗുഡ് മോർണിംഗ് നമസ്കാരമൊക്കെ പറയുന്ന പ്രഭാഷ് പറഞ്ഞിരുന്നു ഇന്ന് മഴ പെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. എന്നാണ് നമസ്കാരം ന്യൂസ് 18 കാത്തിരുന്ന മഴ ഇന്നലെ രാത്രി 11:25 എത്തി. 2 മണിക്കൂർ പെയ്തു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. കേരളത്തിലുടനീളം പെയ്യട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. പ്രഭാഷ് എന്താണെങ്കിലും പ്രഭാഷിന്റെ ആഗ്രഹം സഫലമായല്ലോ. മോർണിംഗ് വൈബ്സ് ഒരു ബ്രേക്കിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തും. ഇന്ത്യയിലെ കേരള കലാമണ്ഡലത്തിലെ 60 വിദ്യാർത്ഥികൾ AHSLC പരീക്ഷ എഴുതി. 4/3/2024 മുതൽ 25/3/2024 വരെ പരീക്ഷകൾ നടത്തുകയും ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം സംസ്ഥാനത്തെ 70 ക്യാമ്പുകളിലായി ഏപ്രിൽ മാസം 3 മുതൽ 26 വരെയുള്ള 14 പ്രവൃത്തി ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ആകെ 10,863 അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കാളികളായത്. തുടർന്ന് പ്രോസസ്സിംഗ് നടപടികൾ പൂർത്തിയാക്കി പരീക്ഷാഫലം പ്രസിദ്ധപ്പെടുത്തുകയാണ്. പരീക്ഷ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുവാൻ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജോലിക്കിടയിലും പരീക്ഷാ കമ്മീഷണറോടൊപ്പം പ്രവർത്തിച്ച എല്ലാ പരീക്ഷാഭവൻ ജീവനക്കാരെയും
പരീക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ ഓഫീസർമാർ, പ്രഥമ അധ്യാപകർ, മൂല്യനിർണ്ണയ ക്യാമ്പിൽ നേതൃത്വം നൽകിയ അധ്യാപകർ എന്നിവരെയും ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. പരീക്ഷയിൽ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥിനികൾക്കും അനുമോദനങ്ങൾ നേരുകയാണ്. ഔദ്യോഗിക ഫലപ്രഖ്യാപനം കഴിഞ്ഞ് വൈകിട്ട് 4 മണി മുതൽ പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. വെബ്സൈറ്റിന്റെ പേര് എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുള്ളതാണ്. 4 വെബ്സൈറ്റിന്റെ പേര്. SSLC റെഗുലർ വാർത്തയിലേക്ക്. കാസർഗോഡ് കോൺഗ്രസ് നേതാവിനെതിരെ നടപടി. പെരിയ ഇരട്ട കൊലപാതക കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്തതിന് പ്രമോദ് പെരിയയെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി. KPCC നിർദ്ദേശപ്രകാരമാണ് നടപടി. KV ബൈജു കാസർഗോഡ് നിന്ന് ചേരുന്നു. ബൈജു, വിശദാംശങ്ങൾ. പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 13ാം പ്രതിയും ആയ CPM അതുപോലെ തന്നെ CPM പെരിയ ലോക്കൽ സെക്രട്ടറിയുമായ N ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്തതിനാണ് ഇപ്പോൾ പ്രമോദ് പെരിയക്കെതിരെ നടപടി വന്നിരിക്കുന്നത്. ഈ വിവാഹ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോ കോൺഗ്രസിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. ഇതേ തുടർന്നാണ് KPCCയുടെ നിർദ്ദേശപ്രകാരം പ്രമോദ് പെരിയയെ അന്വേഷണ വിധേയമായി തലസ്ഥാനത്ത് നിന്നും നീക്കിയത്. മാത്രമല്ല, മണ്ഡലം പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KV ഭക്തവത്സലിന് നൽകിയതായും DCC പ്രസിഡന്റ് PK ഫൈസൽ അറിയിച്ചു. എന്തായാലും പെരിയ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ കൂടിയാണ് പ്രമോദ് പെരിയ. ഈ പെരിയ ബാലകൃഷ്ണന്റെ മകന്റെ കല്യാണം കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ വെച്ചാണ് നടന്നത്. ഈ വിവാഹത്തിന്റെ സൽക്കാര ചടങ്ങാണ് പെരിയയിലെ ഒരു മൊയോലത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ നടന്നത്. കോൺഗ്രസ് നേതാവ് കൂടിയായ രാജൻ പെരിയുടെ ഉടമസ്ഥയിലുള്ളതാണ് ഈ ഓഡിറ്റോറിയം. ഈ ബാലകൃഷ്ണന്റെ സഹോദരൻ തന്റെ വീട്ടിൽ നേരത്തെ വാടകയ്ക്ക് താമസിച്ചിരുന്നെന്നും അദ്ദേഹമാണ് വിവാഹ സൽക്കാര ചടങ്ങിലേക്ക് ക്ഷണിച്ചെന്നുമാണ് ഈ പ്രമോദ് പെരിയ നൽകിയിരിക്കുന്ന വിശദീകരണം. മാത്രമല്ല, മറ്റ് ഏതാനും കോൺഗ്രസ് നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ളതായി പ്രമോദ് പെരിയ നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. എൽദോ. ഓക്കെ, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്. ഉഷ്ണതരംഗ മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. എങ്കിലും ഇന്നും നാളെയും താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് പൊതുജനങ്ങൾ ജാഗ്രത തുടരണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര അറിയിച്ചു. ക്ലാസുകൾ ഓൺലൈനായി തുടരാമെന്നും മറ്റ് നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ കൊടിയ ചൂടിൽ ഒരുപാട് കന്നുകാലികൾ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്നതും ചത്തു വീഴുന്നതൊക്കെ കഴിഞ്ഞ ദിവസം തൊട്ട് നമ്മൾ വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഇന്നലെ നമ്മൾ വിശദമായത് ആ വാർത്ത ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. ഉഷ്ണതരംഗത്തിൽ സംസ്ഥാനത്തൊട്ടാകെ ചത്തു വീഴുന്ന കന്നുകാലികളിൽ ഗണ്യമായ പങ്കും ഇൻഷുറൻസ് പരിധിക്ക് പുറത്തായത് വലിയ തിരിച്ചടിയാവുകയാണ് കർഷകർക്ക്. 3 വർഷത്തേക്കുള്ള തുക ഒന്നിച്ചടയ്ക്കുന്നതിന് പകരം ഒറ്റ വർഷത്തിൽ മാത്രം 5000 രൂപയോളം പ്രീമിയമായി അടയ്ക്കേണ്ടി വരുന്നതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. ക്ഷീരകർഷകർ ഉഷ്ണതരംഗം മൂലം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സങ്കീർണതകളാണ് പലപ്പോഴും ഈ കർഷകർക്ക് തിരിച്ചടി മാറുന്നത്. നമുക്കൊപ്പം എന്തായാലും കർഷകർ തന്നെയുണ്ട്. ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് എന്താണ് വലിയ സങ്കീർണമാണോ നടപടിക്രമങ്ങൾ? നേരത്തെ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇപ്പോൾ? ആദ്യം ഒരു ഇൻഷൂർ ചെയ്താൽ 3 വർഷത്തേക്കായിരുന്നു. അത് അതിന്റെ സംഖ്യ പകുതി പൈസ ഗവൺമെന്റ് സബ്സിഡി ആയിട്ട് പകുതിയാണ് ഞങ്ങൾ അടക്കേണ്ടത്. ഇപ്പോൾ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നൊന്നുമില്ല. അത് തന്നെ 1 കൊല്ലത്തേക്കേ ഉള്ളൂ. അത് 1 കൊല്ലത്തേക്ക് ഒരു പശുവിന് 60,000 റുപ്യൻ്റെ ഒക്കെ പശുവിന് ഇൻഷൂർ ചെയ്യണമെങ്കിൽ 5-6 റുപ്യ വേണം. അതൊരു കർഷകന് പെട്ടെന്ന് ഇതാകില്ല. അന്നേരം അവങ്ങ പൈസ ഇല്ലാത്തതിനെ കൊണ്ടങ്ങ് നീട്ടിക്കൊണ്ടു ചെയ്യാൻ പറ്റിയല്ല. അന്നേരം പിന്നെ എന്തെങ്കിലും ആയാലാണ് പിന്നെ ഇൻഷൂർ ഇല്ലാത്തതിനെ കൊണ്ട് ഒന്നും കിട്ടുന്നില്ല, തരികയല്ല, ഒന്നും ആനുകൂല്യം തരാൻ പറ്റിയല്ല എന്ന് പറയുന്നുണ്ട്. അതിനെക്കൊണ്ട് ഇൻഷൂറിന്റെ കാര്യത്തിൽ ആദ്യത്തെ പോലെ ഒരു 3 വർഷത്തേക്കാക്കിയാൽ ഒരു 3000-4000 അടയ്ക്കുന്നതിന് ഇതുമില്ല. ഇത് 1 വർഷം 11 മാസം ആകുമ്പോഴേക്കും അത് കഴിഞ്ഞ്
ഒരു 50-80 ഉറുപ്പ്യൊക്കെയാണ് ഒരു പശുവിന്. ഇപ്പോൾ ഒരു 15 ലിറ്റർ ഇപ്പോൾ പാല് കിട്ടുന്ന പശുവിന് കൊടുക്കേണ്ടത്. അത് കൊണ്ടുവന്നിട്ട് ഇൻഷൂർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തേക്ക് 5 ഉറുപ്പ്യ എല്ലാം കൊടുത്ത് ഇൻഷൂർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ പോലെ എന്തോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അതിനൊരു സബ്സിഡി ആയിട്ട് അതിനതായിട്ട് 3 വർഷത്തേക്കെങ്കിലും ആക്കി തരണം. ഇല്ലാണ്ട് ഇത് ഈ മേഖല മുമ്പോട്ട് പോയി ഇതിനെ കൊണ്ട് ജീവിക്കുന്നതല്ല അധികം ആൾക്കാർ. നമുക്ക് ഇവിടെ കാലാവസ്ഥ ഇങ്ങനെ ഇപ്പോഴത്തെ കാലാവസ്ഥേൻ്റെതാണ്. അല്ലാണ്ട് പച്ചപ്പുല്ലൊക്കെ ഏത് സമയത്തും വെള്ളവും പച്ചപ്പുല്ലൊക്കെ കിട്ടുന്നൊരു ഏരിയ ആയത്. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ ഇത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സൊസൈറ്റി പാലളക്കുന്ന അല്ല ഇങ്ങനെ തോനെ പാലളക്കുന്ന പോലെ ഏതാണ്ട് ആളെ പശുക്കളും ഇങ്ങനെ കുഴഞ്ഞു വീണ് ചത്തു പോയിട്ടുണ്ട്. അത് ഇൻഷൂർ ചെയ്തേണ്ട് ചിലത് കുഴഞ്ഞു വീണതിൻ്റെ തലേ ദിവസം വരെ ഇൻഷൂർ ഉണ്ട്, അന്ന് പിന്നെ ഇൻഷൂർ ഇല്ല. പിന്നെ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതാക്കാനായിട്ടില്ല. അന്നേരം അത്രയും ഇങ്ങനെ കൊടുത്തിട്ട് ഇൻഷൂർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇനി ഒരു ആനുകൂല്യം കിട്ടാണ്ട് നിൽക്കുന്നത്. അത് 3 വർഷം 15,000 രൂപയാവും 3 വർഷം ചെയ്യണമെങ്കിൽ. 3 വർഷം ചെയ്യണമെങ്കിൽ 15,000-ന് പുറത്താവും ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഈ ചെലവുകൾക്കൊപ്പമാണ് ആ ചെലവുകൾക്കൊപ്പമാണ്. തീറ്റയ്ക്കാന്ന് പശുവിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇത് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇപ്പം അതൊന്നും ഇല്ല. പിന്നെ നാളെ അധ്വാനം എന്ന് പറഞ്ഞ ഇവിടെ പിന്നെ പച്ചപ്പുല്ലൊക്കെ അങ്ങനെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ഒരു ഇതും കിട്ടുന്നില്ല. ചേട്ടാ, ഇൻഷുറൻസ് തന്നെയാണ് ഏറ്റവും പ്രധാന വില്ലനായി മാറുന്നത് ഇപ്പോൾ അല്ലേ? ഈ അഥവാ എന്തെങ്കിലും സംഭവിച്ചു പോയാലും എന്തെങ്കിലും ഇവിടെ സംഭവിക്കാനുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഇപ്പോഴും നിങ്ങൾക്ക് നോക്കിയാലറിയാം, ഈ പാടത്തൊക്കെ ഇഷ്ടംമാതിരി പച്ചപ്പുല്ല് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ കിണറ്റിലൊന്നും ഏത് മോട്ടോർ വെച്ച് വെച്ചാലും പറ്റാത്ത വെള്ളം. അപ്പം ഞങ്ങൾക്ക് ഇതൊന്നും കൊടുക്കുന്നതുകൊണ്ടൊന്നും ഇങ്ങനെ പരീക്ഷിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഗവൺമെന്റിൽ നിന്ന് മുൻകാലങ്ങളിൽ കിട്ടിയ പോലെ ആനുകൂല്യം കിട്ടുന്നില്ല. അത് ഞങ്ങൾക്കൊരു വലിയ പ്രയാസമാണ്. കാരണം ഞങ്ങൾ പശുവിന് വാങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 10-75 ഉറുപ്പ്യ ഒരു പശുവിന് വാങ്ങിക്കഴിഞ്ഞാൽ 2,000-3,000 ഉറുപ്പ്യ കൊടുത്തിട്ട് ഇൻഷൂർ ചെയ്യാറുണ്ടായിരുന്നു കഴിഞ്ഞ കാലത്ത്. ഇപ്പോഴ് അത് ഇരട്ടിയാക്കി മാറ്റുകയും അതുപോലെ തന്നെ അതിൻ്റെ സംരക്ഷണം ഒരു വർഷത്തേക്കാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ അത് ഒരു വമ്പിച്ച നഷ്ടമായിട്ടാണ് വരുന്നത്. കാരണം 80 ഉറുപ്പ്യ 85 ഉറുപ്പ്യ കൊടുത്തിട്ട് ഒരു പശുവിന് വാങ്ങിയിട്ട് 5-15 ഉറുപ്പ്യ കൊടുത്തിട്ട് ഇൻഷൂർ ചെയ്യാന്ന് പറയുമ്പോൾ ഈ 15 വർഷം ഈ 15 ഉറുപ്പ്യ ഈ കറവ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ബെനിഫിറ്റ് വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇതുണ്ടെങ്കിൽ ഞങ്ങളെ കുടിയിൽ നിന്ന് കിട്ടുന്ന 10 പന്നിങ് കിട്ടുന്നുണ്ട്, അതിൻ്റെ കാശ് കൂടി ഇതിനൊക്കെ ചിലവഴിക്കേണ്ട ഒരു ഘട്ടം വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് വരും വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മിൽമ സംവിധാനം തന്നെ ഒരു പക്ഷേ തകരാറിലായേക്കാൻ സാധ്യതയുണ്ട്. കാരണം നഷ്ടം സംഭവിച്ചിട്ട് എത്രയും നഷ്ടം സംഭവിച്ച് ഈ പാവപ്പെട്ട കർഷകർ ഇതിന് വേണ്ടിയിട്ട് ശ്രമിച്ചോളണമെന്നില്ലല്ലോ. ആർക്കോ വേണ്ടി ഗുണത്തിന് വേണ്ടി അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ഒരു നായി അരിൻ്റെ കഞ്ഞി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കിട്ടാൻ തരപ്പെടാത്ത രൂപത്തിലാണ് ഗവൺമെന്റ് സംവിധാനവും മറ്റു സംവിധാനങ്ങളും വരുന്നതെങ്കിൽ ഞങ്ങളൊരു പക്ഷേ ഇതിൽ നിന്ന് ഒളിച്ചോടി പോകേണ്ടി വരും എന്നുള്ളതാണ് സത്യം. അങ്ങനെ വരും. അത്തരത്തിലൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട് ക്ഷീര കർഷകർ എന്നുള്ളതാണ്. MS അനീഷ് കുമാറാണ് വാർത്ത പങ്കുവച്ചത് കോഴിക്കോട് നിന്ന്. ഇനി ഈ വേനൽക്കാലം അത് ഇപ്പോൾ മഴയൊക്കെ പെയ്തുവെങ്കിൽ പോലും പകൽ സമയത്ത് നല്ല ചൂടുണ്ട്. അപ്പോൾ ആരോഗ്യം നിലനിർത്താൻ വേനൽക്കാലത്ത് എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് സന്ദേശങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അതിൽ പലതും വൈറലാകാറുണ്ട്. അത്തരത്തിൽ ഒന്നായിരുന്നു ഈ അടുത്തിടെ വല്ലാതെ പ്രചരിച്ചത്. ഈ തണുത്ത വെള്ളം കുടിച്ചാൽ രക്തക്കുഴലുകൾ ചുരുങ്ങും, അത് ഒരുപക്ഷെ സ്ട്രോക്കിന് വരെ കാരണമായേക്കുമെന്നൊക്കെയുള്ള ഒരു തരത്തിലുള്ള റിപ്പോർട്ട്, ഒരു കുറിപ്പൊക്കെ കണ്ടിരുന്നു. അത് ഒരുപാട് ഷെയർ ചെയ്യപ്പെടുകയും ആളിങ്ങനെ ഒരു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ശരിക്കും തണുത്ത വെള്ളം കുടിച്ചാൽ ഇങ്ങനെ സ്ട്രോക്ക് വരുമോ അല്ലെങ്കിൽ രക്തക്കുഴൽ ചുരുങ്ങുമോ, എന്തായിരിക്കും സംഭവിക്കുക? കൃഷ്ണേന്ദു അത് വിവരിക്കും. ഈ റിപ്പോർട്ടോടുകൂടി മോർണിംഗ് ബൈസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കേരളം ഇക്കൊല്ലം കനത്ത ചൂടിൽ വെന്തുരുകുകയാണ്. വേനൽക്കാലത്ത് ആരോഗ്യം നിലനിർത്താൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചുള്ള 100 കണക്കിന് വൈറൽ സന്ദേശങ്ങളാൽ സോഷ്യൽ മീഡിയ നിറയുകയുമാണ്. അതിലൊന്നാണ് ചൂടുകാലത്ത് തണുത്ത വെള്ളം കുടിക്കുന്നത് രക്തക്കുഴലുകൾ ചുരുങ്ങുമെന്നും സ്ട്രോക്കിന് വരെ കാരണമായേക്കാമെന്നും ഒക്കെയുള്ള സന്ദേശം. ശരിക്കും തണുത്ത വെള്ളം കുടിച്ചാൽ സ്ട്രോക്ക് വരുമോ? 40 മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്ന അടുത്ത ഹീറ്റ് വേവിനായി തയ്യാറാകുക എന്നും പുറത്തെ ചൂടിൽ നിന്ന് അകത്തേക്ക് വരുന്നവർ തണുത്ത വെള്ളത്തിൽ കുളിക്കരുത്, തണുത്ത വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കണമെന്നുമൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. തണുത്ത വെള്ളം കുടിക്കുന്നവരുടെ രക്തക്കുഴലുകൾ പൊട്ടിത്തെറിക്കുകയും അവർക്ക് സ്ട്രോക്ക് വരികയും ചെയ്യും അത്രേ. ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും പെട്ടെന്ന് കുതിച്ചുയരാൻ തണുത്ത വെള്ളം കാരണമാകും. ഈ വർധനവ് ഹൃദയസ്തംഭനത്തിനും ശേഷം പക്ഷാഘാതത്തിനും കാരണമാകും. താപനില 40 ഡിഗ്രി വരെ ഉയരുമ്പോൾ തണുത്ത വെള്ളം കുടിക്കരുതെന്ന് ഡോക്ടർമാർ ഉപദേശിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് പോസ്റ്റിൽ പറയുന്നത്. ഇത് ശാസ്ത്രീയമായി സത്യമാണോ? ഉയർന്ന താപനിലയിൽ എത്തുമ്പോൾ വളരെ തണുത്ത വെള്ളം കുടിക്കുന്നത് ചെറിയ രക്തക്കുഴലുകൾ പൊട്ടിത്തെറിക്കാൻ കാരണമാകുമെന്ന വാദത്തിന് വൈദ്യശാസ്ത്രത്തിന്റെ യാതൊരു പിന്തുണയുമില്ല. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന്റെ താപനിലയും രക്തക്കുഴലുകളുമായി യാതൊരു ബന്ധവുമില്ല.
ഇന്ത്യയിൽ തന്നെ 40 മുതൽ 50 ഡിഗ്രി വരെ താപനിലയുള്ള അനേകം പ്രദേശങ്ങളുണ്ട്. അവിടെ ഒന്നും രക്തക്കുഴലുകൾ പൊട്ടിയതായി റിപ്പോർട്ടുമില്ല. വ്യത്യസ്ത കാലാവസ്ഥകളോടും താപനിലകളോടും പൊരുത്തപ്പെടാൻ ശരീരത്തിന് സ്വാഭാവികമായൊരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ആന്തരിക രക്തക്കുഴലുകൾ പൊട്ടുന്നതിനുള്ള അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നതിന് തെളിവുകളൊന്നുമില്ല. കുടിക്കുന്ന ജലത്തിന്റെ താപനില തണുപ്പോ ചൂടോ ആകട്ടെ നമ്മുടെ രക്തക്കുഴലുകളുടെ ബലത്തെ നേരിട്ട് ബാധിക്കില്ല എന്നതാണ് വാസ്തവം. ഇനി ഡീഹൈഡ്രേഷനും ക്ഷീണവും തടയാൻ ചൂടുള്ള കാലാവസ്ഥയിൽ ശരീരത്തിൽ ജലാംശം നിലനിർത്തേണ്ടത് പ്രധാനമാണ്. ചൂടുള്ള സമയത്ത് പുറത്ത് സമയം ചിലവാക്കിയ ശേഷം തണുത്ത വെള്ളം കുടിക്കുന്നത് ഹാനികരമാണെന്ന വാദം ശാസ്ത്രീയമല്ല. തണുത്ത വെള്ളത്തിന് ഉന്മേഷം നൽകാനും ശരീര താപനില നിയന്ത്രിക്കാനും കഴിയും. ഉയർന്ന ചൂടിൽ ദീർഘനേരം സമ്പർക്കം പുലർത്തിയതിനു ശേഷം തണുത്ത വെള്ളം അമിതമായ അളവുകളിൽ കഴിക്കുന്നത് ചിലപ്പോൾ ശരീരത്തിന് താൽക്കാലിക അസ്വസ്ഥതകളോ ഗുരുതരമായ കുഴപ്പങ്ങളോ ഉണ്ടാക്കാം. എങ്കിലും സാധാരണ അളവിൽ കുഴപ്പമുള്ള കാര്യമല്ല. ഈ തണുത്ത വെള്ളം നേരിട്ട് കിഡ്നിയിലെത്തി അതിന്റെ പ്രവർത്തനം തകരാറിലാക്കുമെന്ന വാദങ്ങളും തെറ്റാണ്. ശരീരത്തിന്റെ താപം പുറത്തു കളയാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ള ചൂട് സമയങ്ങളിൽ തണുത്ത ഭക്ഷണം, വെള്ളം എന്നിവ ശരീരത്തിന്റെ ആരോഗ്യകരമായ താപനില നിലനിർത്താൻ ശരീരത്തെ സഹായിക്കുക പോലും ചെയ്യാറുണ്ട്. കൂടാതെ ഹൈപ്പർ തെർമിയ പോലുള്ള മെഡിക്കൽ സാഹചര്യങ്ങളിൽ ശരീരത്തിന്റെ താപനില പെട്ടെന്ന് കുറച്ചു കൊണ്ടുവരാൻ ഐസ് ബാത്ത് പോലുള്ള സംവിധാനങ്ങൾ ആശുപത്രികളിൽ പോലും ഉപയോഗിക്കാറുമുണ്ട്. സൂര്യപ്രകാശത്തിൽ സമയം ചെലവഴിച്ച ശേഷം ശരീരം കുളിക്കുന്നതിന് മുൻപ് അരമണിക്കൂർ കാത്തിരിക്കണമെന്നും മറ്റുമുള്ള നിർദ്ദേശങ്ങളും ശാസ്ത്രീയമല്ല. പതിവായി കുളിക്കുന്നത് ഉൾപ്പെടെയുള്ള ശുചിത്വ രീതികൾ ചൂടുകാലത്ത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് പ്രധാനമാണ്. കൂടാതെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കേണ്ട സാഹചര്യങ്ങളിൽ തൊപ്പി ഉൾപ്പെടെയുള്ള തക്കതായ വസ്ത്രധാരണവും സൺസ്ക്രീനും മറ്റും ഉപയോഗിക്കുകയും വേണം. പൊതുവായ ആരോഗ്യസ്ഥിതി, ജീവിതശൈലി ഘടകങ്ങൾ, ജനിതക കാരണങ്ങൾ എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം കാരണങ്ങൾ കൊണ്ടുണ്ടാകാവുന്ന സങ്കീർണമായ അസുഖമാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ചൂടിൽ നിന്ന് വന്ന ശേഷം തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് മനുഷ്യർ സാധാരണ ചെയ്യുന്നതാണ്. ഇത് പക്ഷാഘാതമോ ഹൃദയാഘാതമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ ഉണ്ടാകുമെന്നതിന് കാര്യമായ തെളിവുകളൊന്നുമില്ല എന്നതാണ് മറ്റൊരു വസ്തുത. മറ്റേത് സമയത്തും ഉണ്ടാകാം എന്നതുപോലെ കുളിക്കുന്ന സമയത്തും സ്ട്രോക്കോ ഹൃദയാഘാതമോ ഒക്കെ ഉണ്ടായി എന്ന് വരാം. ഇത്തരം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചാൽ ഉടനെ തന്നെ വൈദ്യശാസ്ത്ര സഹായം തേടുന്നതാണ് ഉചിതം. ചുരുക്കി പറഞ്ഞാൽ കുളിക്കുന്നതിനും കുടിക്കുന്നതിനും തണുത്ത വെള്ളത്തെ മാറ്റി നിർത്തേണ്ടതില്ല. പക്ഷേ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ തൽക്കാലം ഒരു ആശ്വാസം കിട്ടുമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ ശീലം ആരോഗ്യത്തെ മോശമായി ബാധിച്ചേക്കാമെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്.